പക്ഷേ ഈ ആദിവാസികളെ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആന ചരിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ അവന്മാർ എല്ലാ ആനകളെയും പോസ്റ്റ്മോർട്ടം ചെയ്യും. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യും. ആദിവാസികളാണ് ചെയ്യുന്നത്. അവരിതിൻ്റെ എക്സ്പേർട്ടാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു നാളികേരം വെച്ചൊരു പൂജയുണ്ട്. വാഴ തിന്നാൻ വന്നപ്പോൾ ഇവന്മാരെന്താണെന്നറിയാം, തലേന്ന് വലിയ വലിയ പാറക്കല്ല പുഴയിൽ നിന്ന് കയറ്റി എൻ്റെ മുകളിൽ വെച്ചിരുന്നിട്ട് ഈ ആനയെ എറിഞ്ഞ് നാശമാണ്. ഈ ആനയുടെ ചെവി പിടിച്ച് പറന്നോട്ട് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ ഭാഗം നോക്കിയാൽ പോയിസൺ ആണെങ്കിൽ ഇവിടെ കറുത്തിരിക്കും. നീ കണ്ടപ്പോൾ അറിയും. കാട്ടിലേക്ക് കയറി ചെല്ലുന്ന ജീവനക്കാരനെ കാട്ടിലിരിക്കുന്നവൻ ആദ്യം കാണും. അത് കാടിൻ്റെ സ്വഭാവമാണ്. എൻ്റെ 2 സ്റ്റാഫിനെ കയ്യും കാലും കൂട്ടി കെട്ടിയിട്ടിട്ട് 4 കുറ്റിമരം മുറിച്ചു കള്ളന്മാർ. കാട്ടിലായാലും ശരി, എവിടെയായാലും ശരി, പകലായാലും ശരി, നമുക്ക് റൈഫിൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറയും, കാട്ടിനകത്ത് എപ്പോഴും ആളാണ്. ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ല. ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഈ പൃഷ്ഠഭാഗത്തു നിന്നൊക്കെ ഒഴുകി പോണ വെള്ളത്തിലൊക്കെ ചോരയാണ്. പിന്നെ അട്ടയൊന്നും പറിച്ചെടുക്കാൻ നേരമില്ല. കടിച്ചോട്ടെ നേരിച്ച് മുഖത്തും കഴുത്തിലും ചെവിയുടെ ഈ ഭാഗത്തും എല്ലാം കടിക്കണം. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ അയ്യോ ഇത് പുലിയല്ല, ഇത് കുറകുറായിരിക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടച്ചെന്ന് നോക്കിയപ്പോൾ കരിമ്പുലിയാണ്. ഇത് വിത്താണോ പ്ലാന്റ് ആണോ നടന്നത്? നീലച്ചടയാണെന്ന് പറയുന്ന സാധനം ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. കാത്തിരിക്കണ്ട. 5 മാസം കഴിയുമ്പോൾ അത് വിളവെടുക്കാം. അറിഞ്ഞാൽ അമ്മമാർ കൃത്യമായി റേഞ്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറി. ഇവിടെ നിലമ്പൂർ ഞാനൊരു 3-4 മാനുകളെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഡോക്ടറെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കുടലുകളിൽ നിന്ന് വയറ്റിനകത്ത് ആമാശയത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കീശ കണ്ടിട്ട് ഇവരെന്തെന്നറിയോ, കാട്ടിലൊക്കെ വന്നിട്ട് ചിലയിടത്തൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഈ പ്ലാസ്റ്റിക് കീശയ്ക്കകത്ത് ബാക്കിയുള്ളതെല്ലാം കൂടെ കെട്ടി വലിച്ചും കാട്ടിലേക്ക് എറിയുമ്പോൾ വേണ്ട. ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് മൃഗങ്ങൾ ഇതെടുത്ത് ചവച്ച് ഇതങ്ങോട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ ബ്ലോക്കാവും. പ്ലാസ്റ്റിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇറണ്ട കെട്ടുക എന്ന് പറഞ്ഞാൽ ആന പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആനയുടെ വയറ്റ് പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ആനകൾ വയറ് പെരുകി മരിച്ചു പോയിട്ടുണ്ട്, ചരിഞ്ഞു പോയിട്ടുണ്ട്. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ വരുമ്പോൾ നോക്കുമ്പോൾ ഈ കുടലിനകത്തൊക്കെ, അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് ഇറണ്ട കെട്ടി എന്നാണ് അതിനെ പറയുന്നത്. ഇറണ്ട കെട്ടി ചത്തുന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇതൊക്കെ കിടന്നിട്ടാണ്. സാർ, ഇങ്ങനെ കാട്ടിൽ ഈ സ്വാഭാവികമായിട്ട് മരണപ്പെട്ട ആനകളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യും? എല്ലാത്തിനും ചെയ്യും. എല്ലാ ആനകളെയും പോസ്റ്റ്മോർട്ടം ചെയ്യും. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ആന മരിച്ചു എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ സൈറ്റിലെത്തും. ആ സൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ അതിനെ കൃത്യസ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത്. ആന കിടക്കുന്ന സ്ഥലം, അതിൻ്റെ മരണം സംഭവിച്ച സ്ഥലം, അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം, മൊത്തത്തിൽ കൃത്യം നടന്ന സ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും മരണം എന്ന് പറയുന്നത് കൃത്യം നടന്ന സ്ഥലം. ആ സ്ഥലത്തെത്തിയിട്ട് ആദ്യം നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഈ കടലാസിൽ രേഖപ്പെടുത്തും. അത് വഴിക്ക് വഴി രേഖപ്പെടുത്തും. ചുറ്റുമൊക്കെ പരിശോധിച്ച് കാണുന്ന കാര്യങ്ങളെല്ലാം വഴിക്ക് വഴി എഴുതും. എഴുതിയിട്ട് ആനയുടെ ശരീരത്തിൽ നമ്മൾ നേരെ ഇൻക്വസ്റ്റ് നടത്തും. വല്ല മുറിയോ മറ്റു കാര്യങ്ങളോ ബാഹ്യമായി കാണുന്നുണ്ടോ, ബുള്ളറ്റ് തുളച്ച് കയറിയ അടയാളമുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ ഈ പെല്ലറ്റ്സ് അടിച്ചിട്ടുണ്ടോ ഇത് നോക്കും. പിന്നെ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പരിക്കുകൾ മറ്റെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഒരു സൈഡേ നമുക്ക് പരിശോധിക്കാൻ കഴിയും. അത് ചരിഞ്ഞായിരിക്കും കിടക്കുക. ചിലപ്പോൾ ചില ആനകൾ ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ ഇരുന്ന് ഇരിക്കും. അതിന് ശേഷം ഇതിൻ്റെ 4 കാലുകളിൽ 18 നഖമുണ്ടോയെന്ന് എണ്ണി നോക്കും. 18 മുൻകാലുകൾ 5 വീതം, ബാക്കിലെ കാലിൽ ഹിൻഡ് ലെഗ്സിൽ 4 വീതം. അത് നോക്കും. നോക്കിയിട്ട് ഈ ആനയുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വായിൽ നിന്നോ മലദ്വാരത്തിൽ നിന്നോ, ആണാനയാണെങ്കിൽ അതിൻ്റെ പെനിസിൽ നിന്നോ എന്തെങ്കിലും രക്തമോ പതയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കും. പിന്നെ എനിക്കിത് അറിയാം, ഈ ആനയുടെ ചെവി പിടിച്ച് പറന്നോട്ട് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ ഭാഗം നോക്കിയാൽ പോയിസൺ ആണെങ്കിൽ ഇവിടെ കറുത്തിരിക്കും. എനിക്ക് കണ്ടപ്പോൾ അറിയും. അങ്ങനെയുണ്ട്. വിഷം കഴിച്ച ചില ആളുകൾ ഫ്യൂർഡാനൊക്കെ പൈനാപ്പിളിൽ വെച്ചിട്ട് കൊടുക്കും. ആന എടുത്ത് തിന്നും. അപ്പോൾ അതുപോലെ ഇവിടെ ആദ്യം തന്നെ ഇത് നോക്കും. ഞാൻ ചെവി പിടിച്ച് പറന്നോട്ട് വെച്ച് നോക്കുമ്പോൾ പോയിസണിങ് ആണോ എന്ന് അറിയും. അങ്ങനെ ശരീരം മുഴുവൻ പരിശോധിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കും. മെഷർമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആനയുടെ മുൻകാലിൻ്റെ ചുറ്റളവ്, പാദ ചുറ്റളവ് അല്ലേ, 2 കാലിൻ്റെ പാദ ചുറ്റളവ് എടുക്കും. പിന്നെ നമുക്ക് ആനയുടെ ഹൈറ്റ് അളക്കണ്ട, ഷോൾഡർ ഹൈറ്റ് അളക്കണ്ട. കാര്യം എന്നറിയോ,
പാദ ചുറ്റളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ആനയുടെ ഷോൾഡർ ഹൈറ്റ്. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തി നമുക്ക് ഷോൾഡർ ഹൈറ്റ് എടുക്കാൻ ഒക്കില്ലല്ലോ, മരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഹൈറ്റ് നമുക്ക് നോക്കണ്ട. ഷോൾഡർ ഹൈറ്റ് ഇങ്ങനെ ഒരു സൂത്രം, അത് അപ്രോക്സിമേറ്റ് ശരിയായിരിക്കും. ചെറിയ വ്യത്യാസം എങ്ങനെയെങ്കിലും 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും. ആക്യുറേറ്റ് ആണ്. മുൻ പാദ ചുറ്റളവിൻ എത്രയാണോ അതിൻ്റെ ഇരട്ടി നമ്മൾ ഹൈറ്റായിട്ട് രേഖപ്പെടുത്തും. പിന്നെ ആനയുടെ ഒരു വെയിറ്റ് നമ്മൾ കണക്ക് കൂട്ടും. അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലെഗുകളില്ലേ, ഫ്രണ്ട് ലെഗുകളുടെ തൊട്ട് പുറകുവശം ചേർന്നിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഹാർട്ടിൻ്റെ ഭാഗം, നെഞ്ച്, അതിങ്ങനെ ടേപ്പ് അടിയിൽ കൂടെ എന്തെങ്കിലും വെച്ച് കുത്തിയിറക്കി അതിൻ്റെ ഗർത്തെടുക്കും ചുറ്റളവ്. ഈ ചുറ്റളവ് എടുത്തിട്ട് അതിനൊരു ഫോർമുല ഉണ്ട്, 18 കൊണ്ട്. അതൊരു കോൺസ്റ്റൻ്റാണ്. ആ 18 കൊണ്ട് അതിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കും. ഗുണിച്ചിട്ട് ഒരു സംഖ്യ ഉണ്ട് 3336. ആ സംഖ്യ അങ്ങ് കുറയ്ക്കും. കുറച്ചാൽ ആനയുടെ വെയിറ്റായി. അത് കൃത്യമല്ല. അത് കൃത്യമാണ്. അതെങ്ങനെയാണ് അങ്ങനെ? അത് നേരത്തെ അങ്ങനെ ശീലിച്ചതാണ്. ഇവരൊക്കെ സയൻറ്റിസ്റ്റുകൾ അവരവരൊക്കെ ആനയെ കുറിച്ച് ഗവേഷണം നടത്തി അവരിങ്ങനെ ചരിഞ്ഞ ആനയുടെ വെയിറ്റ് അതങ്ങനെ എടുത്തിട്ട് ഈ 2 അളവുകൾ, 2 പിന്നെ സംഖ്യകൾ, അത് കോൺസ്റ്റൻ്റാണ്. അത് ഏത് ആനയ്ക്കായാലും 3332 കുറയ്ക്കണം. അതെങ്ങനെ ഫോർമുല വർക്കൗട്ട് ചെയ്ത് അവരുണ്ടാക്കിയ കോൺസ്റ്റൻ്റാണ് ഈ 18ഉം ഇത്. അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അതിൽ ഏതാണ്ട് ഒരു 8% പിന്നെ ലെസ് ഓർ ഹയർ ആയിരിക്കും. 8%. ആനയുടെ യഥാർത്ഥ തൂക്കത്തിൻ്റെ 8% ചെറിയ ഒന്നിൽ കൂടുതലായിരിക്കും, ഏറ്റക്കുറച്ചിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ചെസ്റ്റ്. ഇതിൻ്റെ അപ്പുറം പോകില്ല. പിന്നെ അതിൻ്റെ ബാക്കിലെ കാലുകളുടെ ഇത് പിന്നെ അളവെടുക്കും, അതിൻ്റെ ബാക്കിലെ പാദ ചുറ്റളവെടുക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ പരിസരം വിശദമായി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കും, കുറ്റകൃത്യം നടന്നിട്ടുള്ള എന്തെങ്കിലും കിട്ടാനുണ്ടോ നോക്കും. ഇതെല്ലാം പരിശോധിച്ച് വെച്ചിട്ട് മഹസർ അവിടെ നിർത്തിയിട്ട് പിന്നെ പകുതി നിർത്തിയിട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം തുടങ്ങിയതിന് ശേഷം, പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഡോക്ടർ അങ്ങനെ ചെയ്യലില്ല. ഈ ആനയുടെ വയറ് വെട്ടിപ്പൊളിച്ചിട്ട് ഡോക്ടർ പറയുന്ന ഈ വിസറ എടുക്കാമെന്ന് അതിന് പറയുന്നത്. അവിടെ നിന്നാണോ തുടങ്ങുന്നത്? അവിടെ തന്നെ ചരിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ വയറ് കീറിയിട്ട്, ഇത് ആദിവാസികളാണ് ചെയ്യുന്നത്, അവരിതിൻ്റെ എക്സ്പേർട്ടാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു നാളികേരം വെച്ചൊരു പൂജയുണ്ട്. അവർ ഈ ആനയെ ഈ ഗണപതി ഇല്ലേ, ആ ഭഗവാനായിട്ട് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരാദ്യം പൂജ, ഞാൻ ഒരു 10-500 രൂപ ഒരു ആദിവാസി മൂപ്പന് കൊടുക്കും. അയാൾ പോയി അതിനുള്ള സാധനമൊക്കെ വെറ്റില, അടയ്ക്ക, നാളികേരം, പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് അവന്മാർ തൊടു കേട്ടോ. അല്ലാതെ മൂപ്പൻ പറഞ്ഞിട്ട് തൊടു. അത് ഇവർ ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൂപ്പനൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ അന്വേഷിക്കും. അല്ല അവിടെ നിന്ന് വേറെ അടുത്താണ് അവനെ കൊണ്ടുവരും. പറഞ്ഞ് മനസ്സിലായില്ലേ? അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം അവർ കൈക്കോടാലി എടുക്കും. എടുത്തിട്ട് അതൊന്നും പറഞ്ഞതിൽ അവർ ദൈവത്തിൻ്റെ അനുവാദം വാങ്ങുന്നെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ മരം വെട്ടാൻ പോകുമ്പോൾ അതിന് മുമ്പ് മരത്തിനോട് അനുവാദം വാങ്ങുന്നവരും. അപ്പോൾ ആനയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇവർ പൂജ കഴിഞ്ഞിട്ട് വയറ് കീറും ആനയാണ്. കീറിയിട്ട് എന്തൊക്കെ സാധനമാണ് ഡോക്ടർക്ക് വേണമെന്ന് വെച്ചാൽ അവർക്ക് അറിയാം. കൈക്കോടാലി കൊണ്ടാണ്, കൈക്കോടാലിനെ വെട്ടിപ്പൊളിക്കുന്നത്. വെട്ടിപ്പൊളിച്ചിട്ട് അതിനകത്തു നിന്നുള്ള അതിൻ്റെ കുടൽ എല്ലാം വലിച്ചു പുറത്തേക്കിടും. അതൊക്കെ കണ്ടു PVC പൈപ്പിൻ്റെ വൈറ്റ് PVC പൈപ്പ് പോലെ ഇരിക്കും ആനയുടെ കുടൽ. അവിടല്ലേ അതിൻ്റെ ഉള്ളിലൊന്നൊരു വേറെ കേടൊന്നും കാണത്തില്ല കേട്ടോ. വലിച്ച് പുറത്തേക്ക് ഇടുന്നതാണ്. ഈ വണ്ണമൊക്കെ ഉണ്ടാവും ഒരു പൈപ്പിൻ്റെ കണക്ക്. ഈ ആനയെന്ന് പറഞ്ഞാൽ ഒരു ട്രൂ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ആനിമലാണ്. മറ്റേത് മൃഗങ്ങളും ലേശം ഏതെങ്കിലും അറിയാതൊക്കെ തിന്നു പോകും. ഇതങ്ങനെ തിന്നില്ല. ആന നെൽച്ചെടി വലിച്ച് പറിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ പുഴുക്കളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി അത് കാലിൽ അടിച്ച് കളഞ്ഞിട്ട് അവൻ തിന്നുള്ളൂ. ഒരു ശരിക്കും ഒരു വെജിറ്റേറിയൻ ആണ്. അബദ്ധത്തിൽ പോലും ഒരു 100% വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ പറയാനൊക്കെ ആന. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വയറ് നോക്കിയിട്ട് എൻ്റെ ഹാർട്ട്, ഇയാൾ പറയുന്ന ലിവറിൻ്റെ പീസുകളെല്ലാം എടുത്ത്, ഇതൊക്കെ വളരെ വലുതായിരിക്കും. വലുതായിരിക്കും. പക്ഷേ അതൊന്നും അത്രയൊന്നും എടുക്കണ്ടല്ലോ, ചെറിയ പീസുകൾ മതി. അതെടുത്ത് കുപ്പിയിലിട്ട് മറ്റേ ഇത് പിന്നെ സ്പിരിറ്റിലിട്ട് അടച്ച് എടുക്കും അയാൾ. ലാബിലായിരിക്കും പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ ഡോക്ടർ ഈ മഹസറിൽ എഴുതിക്കും. ഞങ്ങൾ എന്തെങ്കിലും പിന്നെ ഹണ്ടിങ് ആണെങ്കിൽ ഐ സസ്പെക്ട് ഹണ്ടിങ് എന്ന് എഴുതി ചിലപ്പോൾ രേഖപ്പെടുത്തും. അത് ഈ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ അറിയാം. ചിലപ്പോൾ ബുള്ളറ്റ് കിട്ടും. നമ്മൾ അപ്പുറം ചരിഞ്ഞാണ് ആന കിടക്കുന്നതെങ്കിൽ ആ ഭാഗം നമുക്ക് കാണാനൊക്കില്ലല്ലോ. അതിലേ ബുള്ളറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വയറ്റിനകത്ത് ഉണ്ടെങ്കിൽ
കാണും. ചിലപ്പം ബുള്ളറ്റ് അപ്പുറം കയറിയിട്ട് ഇപ്പുറം തുളച്ച് പോകും. അങ്ങനെയാണെങ്കിലേ നമുക്ക് രണ്ടും കിട്ടും. സാധാരണ ചിലപ്പോൾ എന്താണെന്നറിയാം, ഈ നാടൻ തോക്കുകാർ നാടൻ തോക്കിട്ട് അടിച്ചാലുണ്ടല്ലോ, ഈ ഗണ്ണും റൈഫിളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ റൈഫിളിനകത്തെ കുഴൽ ഇങ്ങനെ ഗ്രൂസ് ഉള്ളതാണ്. അത് വെടിയുണ്ട ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി ചെന്നാണ് കൊള്ളുന്നത്. ചെന്ന് കയറുന്നിടത്ത് ഒരു പൊട്ട് മാത്രമേ കാണൂ. അത് തുളച്ച് മറുപുറം പോകുമ്പോൾ അവിടെ ഒരു കുണ്ടുണ്ടാവും. ഈ മറ്റേ ഗണ്ണിലാണെങ്കിൽ ഗണ്ണിൽ നിന്ന് പോണത് നേരെ ചെന്ന് കൊള്ളുമ്പോൾ അവിടെ തന്നെ അങ്ങ് പൊളിഞ്ഞു പോകും. ബുള്ളറ്റ് പൊളിഞ്ഞൊരു വലിയ കുഴിയായിരിക്കും. ചിലപ്പോൾ ഇപ്പുറം പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നമ്മൾ ഇത് നോക്കും, ആനയുടെ ശരീരത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. സാർ, അതുപോലെ ഈ വേട്ടക്കാരാനെ വേട്ടയാടുമ്പോൾ ഈ മസ്തകത്തിൽ അടിച്ചാണ് വേട്ടയാടുക എന്ന് കേട്ടിട്ടുള്ളത് ഈ സിനിമകളിലൊക്കെ. അങ്ങനെ അത് വേഗം മരിക്കുന്നത് അങ്ങനെ മസ്തകത്തിൽ വെടിവെക്കുമ്പോഴാണ് സാധാരണ വേഗം മരിക്കുക എന്ന് പറയുന്നത്. തലച്ചോറിലേക്ക് ബുള്ളറ്റ് പായിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് മരിക്കാനുള്ള. അങ്ങനെയാണ് അവരെ അടിക്കുന്നത്. ഇവിടെ ഒരു മസ്തകത്തിന് ഇവിടെ ഒരു മുഴയുണ്ടാവും, മസ്തകത്തിന് അവിടെ, അത് നോക്കി അടിക്കുന്നവരുണ്ടാകും. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു ആനയെ ഇങ്ങനെ അടിച്ച് കണ്ടിട്ടില്ല ആരും. പക്ഷേ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന കേസുണ്ട്. കാട്ടുപോത്തിൻ്റെ ഒരു സൈഡിലെ മുറി ഉണ്ടായിരുന്നു, അത് വയറ് മുഴുവൻ പൊളിഞ്ഞുപോയി അടിച്ചിട്ട്. അത് അങ്ങനെ വെടിവെപ്പ് കേസാണ്, അത് കണ്ടിട്ടുണ്ട് ഞാൻ. ആന ഉപേക്ഷിച്ച് പോയി വേട്ടക്കാർ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും. ഇത് വെടി കൊണ്ടിട്ട് ഇത് ഓടും. ഓടിയന്മാർ കണ്ടെത്താൻ കഴിയാതെ പോവുകയെ എങ്ങനെയായിരിക്കും ഉപേക്ഷിച്ച് ദൂരെ പോയി വീണ് മരിക്കും. അപ്പോൾ ഇതിൽ ഈ ആനയുടെ കേസ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആകെ കുടുങ്ങിപ്പോയൊരു സംഭവമുണ്ട് ആനയുടെ ഒരു വിഷയത്തിൽ. അരിക നെല്ലിക്കുത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരം വരുന്നൊരു ആനയുണ്ട്. നമ്മളെ കോട്ടേഴ്സിന് മുമ്പ് കൂടെ അങ്ങനെ പോകണം. അവനാണെങ്കിൽ ഒരു 10-45 വയസ്സുണ്ടാവും. ഒരു കൊമ്പനാനയാണ്, വലിയ കൊമ്പാണ്. വലിയ കൊമ്പെന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനെ 10-30 കിലോ ഉണ്ടാവും. നല്ല ലക്ഷണമൊത്ത ആന, നല്ല ബോഡി ബിൽറ്റും ഒക്കെ ഉള്ള. അതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു തന്നെയാണ് നാടൻ ആന പോലെ തന്നെ. അപ്പോൾ ഈ ആനയെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, പഴയ നികന്നു പോയൊരു കുളം. ആ കുളത്തിൽ പിന്നെ മണ്ണൊക്കെ വാരിയിട്ട് JCB കൊണ്ടുവന്നിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ചെയ്തൊരു വർക്കാണ്. അത് തുറന്ന് അന്ന് ഈ ജെയിംസ് മാത്യു സാർ അവിടെ റേഞ്ച് ഓഫീസറാണ് അന്ന്, ഞാനവിടെ ഫോറസ്റ്ററാണ്. അപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് ആ കുളം വൃത്തിയാക്കി. അപ്പോൾ ചരിഞ്ഞിങ്ങനെ സ്ലോപ്പിട്ടാണ് വെച്ചിരിക്കുന്ന കുളം. ആനകൾക്ക് ഇറങ്ങി വെള്ളം കുടിക്കാം. അങ്ങനെ കുളം വൃത്തിയായി കഴിഞ്ഞ് 2ൻ്റെ അന്നൊരു ദിവസം ഞാൻ പോയി നോക്കി. വൈകുന്നേരം ആയപ്പോൾ ഒരു 10-12 ആനകൾ കുട്ടികളടക്കം നിന്ന് വെള്ളം കുടിക്കുന്നു. പിന്നെ കുട്ടികൾ വെള്ളത്തിൽ കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് വെള്ളം കുടിക്കാമെന്നുള്ളതായി, കളിക്കാനുള്ള സ്ഥലമായി. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിന് പോയിട്ട് അവിടെ ഇരുന്നപ്പം എൻ്റെ അടുത്തൊരു വാച്ചർ വിളിച്ച് പറഞ്ഞ്, സാറേ നമ്മൾ ആ സ്ഥിരം കാണുന്ന ആനയുണ്ടല്ലോ, അത് ആ കുളത്തിൻ്റെ അവിടെ ചരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചരിയേണ്ട ഒരു സാഹചര്യം ഇല്ല. ഞാൻ ആരോഗ്യവാനാണ്. ഞാനങ്ങനെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ആന ചരിഞ്ഞിട്ടൊരു 4-5 മണിക്കൂറായിട്ടുണ്ടാവും. ഈ ആനയുടെ വായിൽ നിന്ന് ഇങ്ങനെ പതയും രക്തവും വരുന്നുണ്ട്. പിന്നെ ഈ ആന അതിൻ്റെ ആ പെനിസ് മുഴുവൻ അങ്ങ് ഇറക്കിയിട്ടിരിക്കണം. അതിനകത്തുനിന്ന് ഒരു തരം ഫ്രോത്ത് പത, രക്തം കലർന്ന പത വരുന്നുണ്ട് അതിനകത്തുനിന്ന്. മലദ്വാരത്തിൽ കൂടെ ഇങ്ങനെ രക്തം ഒഴുകുന്നുണ്ട്. പിന്നെ കുറച്ച് തുമ്പിക്കകത്ത് നിന്ന് ചോര വരുന്നുണ്ട്. പിന്നെ അതിന് രോമങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ആ രോമത്തിൻ്റെ അവിടെ നിന്ന് ചോര വരുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ ലക്ഷണം കണ്ടപ്പം മസർ ഞാൻ തയ്യാറാക്കി, ഇൻക്വസ്റ്റ് ഞാൻ തയ്യാറാക്കി. അപ്പോൾ പിന്നെ ഇനി പോസ്റ്റ്മോർട്ടമാണ് നടക്കേണ്ടത്. അപ്പോൾ ഒരു 3-4 ഡോക്ടർമാരെ വിളിച്ച് ഇത് ലക്ഷണങ്ങളെ കണ്ടിട്ട് 3-4 ഡോക്ടർമാർ വന്നത് കണ്ടിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു, എനിക്കിത് ആന്ത്രാക്സ് ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ബ്ലഡുണ്ട്, ഡോക്ടറുടെ കയ്യിൽ ബ്ലഡുണ്ട്, ഇത് പൊളിക്കുന്ന മറ്റേ ടീമില്ല അവരുടെ കയ്യിലൊക്കെ ബ്ലഡുണ്ട്. അപ്പോൾ ഇത് ആന്ത്രാക്സിൻ്റെ ലക്ഷണം. ഞാൻ ആദ്യം കരുതിയത് അത് പോയിസണിങ് ആണെന്നാണ് ഈ ലക്ഷണം കണ്ടിട്ടേ. നേരത്തെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ആന്ത്രാക്സിൻ്റെ ലക്ഷണമാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊരു ഡോക്ടർ പറഞ്ഞു. ഉടനെ മറ്റേ ഡോക്ടർ വേഗം കൈ കഴുകി ഡെറ്റോളൊക്കെ ഇട്ടു. ഇനി ഞാൻ ചെയ്യാം. പിന്നെ അതിൻ്റെ സാമ്പിൾ എടുക്കണ്ടേ, സാമ്പിൾ എടുക്കാൻ അങ്ങനെ അറിയുന്നു. അങ്ങനെ സാമ്പിൾ എടുത്തിട്ട് നേരെ കോഴിക്കോട് ഒരു ലാബുണ്ട് വെറ്റിനറി പോളിക്ലിനിക്. ആ ലാബിൽ കൊണ്ടു ചെന്ന് അപ്പോൾ വൈകുന്നേരമായി. രാവിലെ
നമ്മൾ ഈ പണി തുടങ്ങി കാത്തു നിൽക്കുക. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, സാറേ ടി വിയിൽ കുറേ ഡോക്ടർമാർ പത്രസമ്മേളനം നടന്നിട്ടുണ്ട്, ടി വിയിൽ കാണിക്കുന്നത്. പക്ഷേ എന്താ കാണിക്കുന്നത്? നമ്മൾ ആനയുടെ കാര്യമാണ് അവന്മാർ പറയുന്നത്, ഇതിന് ആന്ത്രാക്സ് ആണെന്ന്. പത്രക്കാർ അവർ നമ്മളുടെ അടുത്തൊന്നും പറയാതെ ഔട്ട് ചെയ്തു, ആന്ത്രാക്സ് ആണെന്ന്. ഇതൊക്കെ നടക്കുമ്പോൾ പലരും എന്നെ അറിയാവുന്നവരും എൻ്റെ ഫാമിലി അടക്കം എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് പറഞ്ഞത്, നിങ്ങൾ ഈ പണി കളഞ്ഞിട്ട് ഇനി പോര്, നമുക്ക് വേറെ എന്തെങ്കിലും ആർക്കും നോക്കാം. ആന്ത്രാക്സ് എന്ന് പറഞ്ഞ് പേടിച്ചു. യുവന്മാരെ എഴുതി ആ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതെന്നറിയോ, സിമിലർ ടു ബാസിലസ് ആന്ത്രാക്സ് എന്നാണ് എഴുതി. സിമിലർ, ഇറ്റ് ഷാൽ ബി കൺഫേംഡ് അറ്റ് പോളിക്ലിനിക്ക്, വെറ്റിനറി പോളിക്ലിനിക്ക് പാലോട്. ഇത് പാലോട് കൊണ്ടുപോയി കൺഫേം ചെയ്യണം. ഇവന്മാർ ഈ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ആവശ്യമുണ്ട്. പാലോട് കൺഫേം ചെയ്തിട്ട് തീരുമാനിച്ചാൽ പോലെ. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം ഒരു ടീമാണ്. അങ്ങനെ ഇത് പിന്നെ ഈ സാമ്പിൾ എവിടെ കൊണ്ട് ഒരാളിനെ പറഞ്ഞിട്ട് പാലോടുണ്ട്, തിരുവനന്തപുരത്ത്. പാലോട് ചെന്നപ്പോൾ അവിടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അയാൾ വെളി രാജ്യത്തൊക്കെ പോയി ഇതൊക്കെ പഠിച്ച് ഗവേഷണമൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അയാൾ നേരിട്ട് പരിശോധിച്ചിട്ട് അയാൾ നമ്മൾ ഓഫീസർമാരെ വിളിച്ച് പറഞ്ഞതെന്നറിയോ, എഴുതി കൊടുത്തില്ല, വിളിച്ചു പറഞ്ഞത് അത് പോയിസണിങ് ആണ്, അത് അവന്മാരെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറഞ്ഞു. ഇതൊരു പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. അപ്പോൾ അയാളായിട്ടുള്ള എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്കിത് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ദിവസം 2-3 അപ്പോൾ എന്നോട് ഈ ആന്ത്രാക്സ് ആണെന്ന് ഇവർ പത്രത്തിൽ ഈ ടി വിയിലൂടെ ഔട്ട് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ, ആന അവിടെ കിടന്നാൽ ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു മണം വരും. മണം വന്നു കഴിഞ്ഞാൽ പന്നികൾ കയറി തിന്നും ആനയെ. പന്നി തിന്നു കഴിഞ്ഞാൽ ആന്ത്രാക്സ് ആണെങ്കിൽ കാട്ടിലുള്ള സർവ്വമൃഗങ്ങൾക്കും ആന്ത്രാക്സ്. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അപ്പം മഴയും തുടങ്ങി. ഞാൻ ഈ ആന കിടക്കുന്നതിൻ്റെ ചുറ്റും ഒരു വലിയ ട്രെഞ്ച് എടുത്ത് ചേച്ചിയുണ്ട്, മറ്റു മൃഗങ്ങളൊന്നും കയറാതിരിക്കാനേ. ട്രെഞ്ച് എടുത്തിട്ട് അവിടെ മുഴുവൻ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പോയി ബ്ലീച്ചിങ് പൗഡർ വാങ്ങിക്കൊണ്ടുവന്ന് ഇതറി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം മണം തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അന്തിമ വിധി നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇതിൻ്റെ അന്തിമ വിധി പറയേണ്ടത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ അയാളാണ് അവിടെ. പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും, നമുക്കതറിഞ്ഞാൽ മതി. ഈ ഡോക്ടർമാരെന്തോ പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. പുള്ളി അവസാനം അവിടെ എവിടെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് പുള്ളി നേരെ നമ്മളെ DFO വിളിച്ച് പറഞ്ഞു. അന്ന് ഇന്ത്യയുടെ സാറാണ് DFO, ജെയിംസ് മാത്യു അന്ന് റേഞ്ച് ഓഫീസർ. അപ്പോൾ വിളിച്ച് DFO എടുത്ത് പറഞ്ഞ് ആനയെ കൊമ്പടക്കം ഓൺ ദി സ്പോട്ട് കത്തിക്കണം. പിന്നെ നമുക്ക് പിന്നെ ഇവരുടെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമൊന്നും. കൊമ്പടക്കം കത്തിക്കണം. കൊമ്പ് എടുക്കണ്ട. ആന്ത്രാക്സ് ആണെങ്കിൽ കൊമ്പ് എടുക്കണ്ടല്ലോ, എടുക്കുന്ന പണിയുണ്ട്. കൊമ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്ത് കാണുന്ന കൊമ്പില്ലേ, അതിൻ്റെ ഒരു പകുതി കൂടുതൽ ഭാഗം ഉള്ളിലോട്ടുണ്ടാവും. ആ ഉള്ളിലോട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ അകം പൊള്ളയായിരിക്കും. അവിടെ ഇതിന് ഫ്ലഷ് ഉണ്ടാവും. അത് നമ്മൾ കൊമ്പ് എടുക്കുന്ന സമയത്ത് തന്നെ കത്തി കയറ്റി ആ ഫ്ലഷ് പുറത്ത് കളഞ്ഞിട്ടാണ് കൊമ്പ് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഫ്ലഷ് കാണും. അകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇവിടുന്ന് ഉള്ളിലേക്കുള്ള ഭാഗമല്ലേ, ഈ വായുടെ ഉള്ളിലേക്കൊരു ഈ പുറത്ത് കാണുന്ന കൊമ്പിൻ്റെ ഒരു പകുതി കൂടുതൽ ഉള്ളിലേക്കുണ്ടാവും. ആ ഉള്ളിലേക്കിരിക്കുന്ന ഭാഗത്തിനകത്ത് ഫ്ലഷ് ഉണ്ടാവും, പുറത്തില്ല. അപ്പോൾ അങ്ങനെ ഈ കൊമ്പ് അതൊക്കെ എടുക്കണ്ടേ, അത് പ്രശ്നമല്ലേ. അപ്പോൾ കൊമ്പടക്കം കത്തിക്കണമെങ്കിൽ മഗസറിൽ DFO ആണ്. അപ്പോൾ DFO വിളിച്ച്, ഇന്ത്യയുടെ സാറിനെ വിളിച്ച്. അപ്പോഴത്തേക്ക് ചാനലുകാർ അവരവരെല്ലാം വന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് ഇതിനൊക്കെ ലൈറ്റൊക്കെ വെച്ച് രാത്രിയായി. അപ്പോൾ കൊമ്പിൻ്റെ ഭാഗം ആദ്യം, ഈ തലഭാഗം ആദ്യം കത്തിച്ച്, കൊമ്പ് മുഴുവൻ കത്തി തീർന്നെന്ന് ബോധ്യപ്പെട്ടിട്ടേ DFO പോവുകയാണ്. കൊമ്പാണ് പ്രധാനം. കൊമ്പ് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമല്ലോ എന്നറിയില്ല. DFO പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ സർക്കാർ. അങ്ങനെ അവിടെ വെച്ച് കത്തിച്ച് കൊമ്പ് മുഴുവൻ കത്തി കഴിഞ്ഞ് മഗസറിൽ ഉപ്പിട്ടിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. പിന്നെ ഒരു മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തിട്ട് പിന്നെ ഒരു 4-5 ദിവസം മഴ തന്നെ. ഇതിനെ കത്തിക്കണ്ടേ. അവിടെയുള്ള വീണ് കിടക്കുന്നതും ഉണക്ക മരങ്ങളൊക്കെ മഗസർ എഴുതിയെടുത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ, ഈ ട്രെഞ്ചിൻ്റെ നടുക്കിടക്കില്ലാണ്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കത്തിക്കുമ്പോൾ ഇത് മഴ കാരണം കത്തിക്കാൻ പറ്റും. ഇതിൻ്റെ മണം അങ്ങോട്ട് തുടങ്ങിയിട്ട് ആനയുടെ മണം ഭയങ്കരമാണ് കേട്ടോ. നമ്മളെ കാക്കിയിലൊക്കെ
ഈച്ച വന്നിരിക്കും. ഈ മണം പിന്നെ പോവില്ല. പിന്നെ ഡെറ്റാളിലൊക്കെ ഇട്ട് കഴുകിയാണ് എടുക്കേണ്ടത്. നമ്മളെ പ്രയാസങ്ങളാണ് ഇതിൻ്റെ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഇതിനെ കത്തിക്കാൻ വിചാരിച്ച് നടക്കുന്നില്ല. അപ്പോൾ അവിടെ റോഡ് പണി നടത്തിയിട്ട് ബാക്കി വന്നൊരിത്തിരി ടാറുണ്ടായിരുന്നു. അത് നമ്മളെ സ്റ്റോക്കിലുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം ഈ ടാറ് ബെസ്റ്റ് സാധനമാണ് ആനയെ കത്തിക്കുക. ടാറ്, അതുപോലെ തന്നെ റബ്ബർ, ഈ ഇതല്ലേ നമ്മളെ വണ്ടിയുടെ ടയറുകൾ, അങ്ങനെ കുറേ ടയറുകൾ സംഘടിപ്പിച്ച് ഇതൊരു 1/2 ബാരൽ ടാറും ഉണ്ടായിരുന്നു. അത് ആ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്ത് റെക്കാർഡിക്കലായിട്ട് ഇതിനെടുത്തോളാൻ പറഞ്ഞിരിക്കും. അങ്ങനെ അത് കൊണ്ടുവന്ന് ഒരു ടീനെ മേളിൽ കയറ്റി വെച്ചിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്തിട്ട് ഈ ടാറുണ്ടെന്നല്ലേ ഉരുകി ഇങ്ങനെ അങ്ങ് പരന്ന് ഇതിൻ്റെ മേളിൽ കൂടെ. ആ മഴ പെയ്തിട്ട് ടാറങ്ങനെ പരക്കുക, അടിയിൽ കത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാർ ഒഴിച്ച് നാട്ടുകാരൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലൊക്കെ മണത്തിട്ട് അങ്ങനെ ആനയെ ദഹിപ്പിച്ചെടുത്തു മഴയത്ത്. അപ്പോൾ ഇതിന് കത്തിക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കണം. അവന്മാർ ഒരു വെറുതെ ഒന്നും കത്തിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുന്നവർക്കും കൊടുക്കണം. അത് വേണ്ടി വരും. അതെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ ഇവിടെ 2 ദിവസം അവരവിടെ നിന്ന് അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? അതൊക്കെ ചെയ്യണം. പിന്നെ ഇത് ചെയ്യുന്നവന്മാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും കത്തിക്കുന്നതുമായിട്ടുള്ള ആളുകളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ശരീരം മുറിച്ച ഭാഗം കൂട്ടി യോജിപ്പിക്കില്ല. ഇല്ലില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എവിടെയും കൊണ്ടുപോകുന്നില്ല നമ്മൾ. അതിൻ്റെ പുറത്ത് തന്നെ വിറകടിക്ക് കത്തിക്കണം. കത്തിക്കണേന്ന് കുഴിച്ചിടല്ല, കത്തിച്ച് കളയണമെന്ന്. പ്രത്യേകിച്ച് അത് കത്തിച്ച് തന്നെ കളയണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ആനകളെയും കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആനകളുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ചില ആനകളുടെ ഭയങ്കര നമുക്ക് സങ്കടം തോന്നുന്നു. ഒരാന 2 ദിവസമായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടതാണ്. ഈ ഒരു പിൻഭാഗത്തൊരു കാലിങ്ങനെ വലിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു വാച്ചറെടുത്ത് പറഞ്ഞ് ഇതിനെ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കി. അയാളിങ്ങനെ നോക്കി നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, സാറേ അത് അവൻ ചരിഞ്ഞെന്നോ. ചെന്ന് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അടുത്ത് ചെല്ലല്ലോ. ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയാം, ഈ അതിൻ്റെ ഇടത് പിൻകാലിൽ ഒരു പലകയുടെ ഒരു കഷ്ണമാണ്, ഇച്ചിരി വട്ടത്തിലുള്ളൊരു പലക. അത് ഞാനിങ്ങനെ കാലുകൊണ്ട് തട്ടിയപ്പോൾ അനങ്ങുന്നില്ല. അത് സംഭവം എന്താണെന്നറിയാം, ഇത്രച്ചുള്ള ഇരുമ്പാണികൾ ഈ പലകയിൽ അടിച്ച് വെച്ചിട്ട് എവിടെയോ വെച്ചിരുന്നു. ഞാൻ ട്രാപ്പ് ചെയ്യണം. അത് അറിയാതെ കയറി ചവിട്ടിയിട്ട് ഇതങ്ങോട്ട് പഴുത്ത് കയറിയിട്ട് കാല് പലകടക്കം അതിന് തിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലോ നമ്മൾ. പിന്നെ ഇലക്ട്രോക്യൂഷൻ നടത്തും. ലൈനിൽ നിന്ന് കമ്പി വലിച്ച് ഈ കണക്ഷൻ എടുത്ത് താഴെ കമ്പി കെട്ടിയിട്ട് ആ കമ്പിയിൽ കൊടുത്തിട്ടിട്ട് എത്ര ആനകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ 5 വർഷമായിട്ട് വനംവകുപ്പിൻ്റെ ഒരു കണക്കുണ്ട്. അതിൽ 744 ആനകൾ കേരളത്തിലും മരിച്ചിട്ടുണ്ട് 5 വർഷം കൊണ്ട്. 744 ആനകൾ ചരിഞ്ഞു എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാണ് കഴിഞ്ഞ 5 വർഷത്തെ. അതിൽ 77 എണ്ണം ഇലക്ട്രോക്യൂഷനും വെടിയും പറഞ്ഞ മനസ്സിലല്ലേ, പോയിസണിങ്ങും ഒക്കെയാണ് 77 എണ്ണം. മറ്റുള്ളതിൽ തന്നെ എത്ര എണ്ണം എങ്ങനെ പറ്റിയെന്ന് നമുക്ക് അങ്ങനെ അറിയില്ല. അതൊക്കെ നാച്ചുറൽ ഡെത്തായിട്ട് ഇറണ്ട കെട്ടിയെന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഇതിനകത്ത് മനുഷ്യൻ്റെ എന്തെങ്കിലും ഇടപെടലുണ്ടാവും. ഞാനിത് പറയുമ്പോണ്ടല്ലോ, ഈ നമ്മളെ നിലമ്പൂർ തന്നെ ഈ പണി ചെയ്ത ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് 3 പേര് രക്തസാക്ഷികളായിട്ടുണ്ട്. അതെങ്ങനെ? അത് 1969 നമ്മളെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി. അതിൽ 37 രക്തസാക്ഷികളുണ്ട്, ഫ്രണ്ട് ലൈൻ സ്റ്റാഫ്, മുൻനിര ജീവനക്കാർ, ഞാൻ ഈ പറയുന്ന ഫീൽഡ് ജീവനക്കാർ. അതിലാദ്യത്തെ രക്തസാക്ഷി നിലമ്പൂരാണ്. അതൊരു മരം കൊള്ളക്കാരൻ കേസ് എഴുതിയിട്ട് അവന് കോടതിയിൽ നിന്ന് സമൻസ് വരുമല്ലോ. ആ സമൻസ് കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് കൃഷ്ണൻകുട്ടി നായർ ഈ സമൻസ് നടത്താൻ ചെന്നപ്പോൾ സമൻസ് മേടിച്ചിട്ട് അയാളെ തിരിച്ചു പോകുമ്പോൾ കുത്തിക്കൊല്ലണം. അതാണ് ആദ്യത്തെ രക്തസാക്ഷി കൃഷ്ണൻകുട്ടി നായർ നിലമ്പൂരിൽ. അദ്ദേഹത്തിൻ്റെ മകൻ AC ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട്, DF ആയിരുന്നു. അപ്പോൾ ഈ സംഭവം നിലമ്പൂർ ഇങ്ങനെ വനം കൊള്ളക്കാരാൽ മരിക്കപ്പെട്ട രക്തസാക്ഷി ഇത് കേരളത്തിൽ മുഴുവൻ അറിയല്ലോ. അപ്പോൾ അന്ന് മുതൽ നിലമ്പൂർ പണിയെടുക്കുന്നതിനോടൊരു ഭയമാണ് പലർക്കും. അതേപോലെ തന്നെ 1986 ഈ എറണാകുളത്ത് വൈപ്പിലിനുള്ള ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു അവിടെ, OJ സെബാസ്റ്റ്യൻ. അവൻ 6 വർഷം സർവീസ് 80 സർവീസ് വന്ന്
1986 ഇങ്ങനെ കള്ളന്മാർ മരം മുറിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്കുണ്ടായിരുന്നിട്ട് അവൻ അവിടെ പോയി ഇത് തടയാൻ ചെന്നപ്പം കുന്നിൻ്റെ മുകളിലാണ് മരം മുറിക്കുന്നത്. യവൻ താഴെ നിന്ന് ചെല്ലുന്ന കണ്ടുടനെ അവന്മാർ തോളിൽ വെച്ച് എടുത്തുകൊണ്ട് പോയ മരം യവൻ്റെ നേരെ ഇട്ടു, ഉരുട്ടിയിട്ടു. യവൻ മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. ആ മരം ഉരുണ്ട് വന്ന് യവൻ്റെ മേലെ വീണ് യവൻ്റെ കഴുത്തിൻ്റെ എല്ലൊടിഞ്ഞു പോയി. കഴുത്തിൻ്റെ എല്ലൊടിഞ്ഞ് അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ കാട്ടിൽ? കഴുത്തിൻ്റെ എല്ലൊടിഞ്ഞ് അവിടെ ആ റോഡിൽ കിടക്കും കാട്ടിൽ. അവിടെ കിടക്കുമ്പോൾ ഈ വിറക് പറക്കാൻ വരുന്ന സ്ത്രീകളുണ്ടല്ലോ, ചുള്ളിയൊക്കെ പറക്കാൻ വരുന്ന ആ സ്ത്രീകൾ കണ്ടിട്ടാണ് ഓടിച്ചെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നത്. അപ്പോഴേക്കും ഇയാൾ മരിച്ചിട്ടൊന്നുമില്ല, കഴുത്തൊടിഞ്ഞു പോയി, ജീവനുണ്ടായിരുന്നു. പിന്നെ അത് പലയിടത്തും വിളിച്ച് പറഞ്ഞിട്ടാണ് എല്ലാവരും അവിടെ എത്താൻ ഒരുപാട് വൈകിപ്പോയി. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ നടന്നു. അതിനുശേഷമാണ് ഈ OJ സെബാസ്റ്റ്യൻ അവിടെ വെച്ച് മരിക്കുന്നത്. 86-ലാണ്. 86. മറ്റേത് 69. ഇത് 86 ഫെബ്രുവരി മാസം. മറ്റേത് 4-ാം മാസമാണ് 69. അപ്പോൾ കിഷൻകുട്ടി നായർ ആദ്യത്തെ രക്തസാക്ഷി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മുൻനിര ജീവനക്കാർക്ക് ഭയങ്കര റിസ്ക് ഉണ്ടെന്ന് ഇതിൽ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ. എന്നാൽ ഇവർ നന്നായി ജോലി ഇപ്പം എന്നാൽ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു നയമാണ്, ഒരു നയം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടല്ല. നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലേ നമ്മളിത് സർവൈവ് ചെയ്യും. ഇതിനകത്ത് വെരി ഡേഞ്ചറസ് ജോബ്. അപ്പോൾ അത് ആ കാലഘട്ടമാണ്. ഇന്ന് ആ പ്രശ്നം മാറിയിരിക്കുന്നു. ഇന്ന് അത്ര വലിയ വിഷയങ്ങളില്ല. മറ്റാണെങ്കിൽ മരം മുറിക്കുമ്പോൾ എൻ്റെ 2 സ്റ്റാഫിനെ കയ്യും കാലും കൂട്ടി കെട്ടിയിട്ടിട്ട് 4 കുറ്റി മരം മുറിച്ചുകൊണ്ട് പോയി കള്ളന്മാർ. തേക്ക് 4 കുറ്റിയാണ് മുറിച്ചത്, പാലമലയിൽ നിന്ന് മുറിച്ചുകൊണ്ട് പോയി. ഞാൻ അന്ന് സ്റ്റേഷനിലിരുന്ന് ചില പണിക്ക് വേണ്ടി തലേന്ന് അങ്ങ് പോയതാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ 2 ഗാർഡുമാർ കരഞ്ഞുകൊണ്ട് വരുന്നു, സാറേ 4 കുറ്റി മുറിച്ചുകൊണ്ട് പോയി. അവന്മാർ ഞങ്ങളെ കൈയും കാലും കൂട്ടി കെട്ടിയിട്ട്, ഒരു ടീം വന്ന് ഞങ്ങളെ കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് ഒരു ടീം മരം മുറിച്ച് അടുത്ത ടീം വണ്ടിയും കൊണ്ടുവന്ന് കയറ്റി പോകാൻ നേരത്ത് ഞങ്ങളെ കൈയും കാലും കെട്ട് അഴിച്ചു. ഒരുത്തൻ അവിടെ ഞങ്ങളുടെ അടുത്തൊരു ഊരിപ്പിടിച്ച വാളുമായിട്ട് കാവലിൽ. അങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 കുറ്റി മരം പോയില്ലേ, പിന്നെ മാസം എഴുതണമല്ലോ. അതിൻ്റെ കുറ്റി ചുറ്റുവണ്ണവും കാര്യങ്ങളെല്ലാം എഴുതുമ്പോൾ എനിക്കറിയാം എത്ര ക്യൂബിക് മീറ്റർ മരം പോയിട്ടുണ്ടെന്ന്. ആ മരം കണ്ടെടുക്കണ്ടേ? കണ്ടെടുത്തില്ലെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കണ്ടേ? ആ നഷ്ടം അവിടെയുള്ള ജീവനക്കാരന് അടയ്ക്കണം. അപ്പോൾ സർക്കാർ നഷ്ടം ജീവനക്കാരൻ്റെ നിന്ന് ഈടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ അത്രയും ശ്രദ്ധ വേണം. അത്രയും ശ്രദ്ധ വേണം. അതിന് 2 ദിവസം മുമ്പ് ഞാൻ രാത്രി പെട്രോളിങ് നടത്തി ആ വഴി ചെല്ലുമ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡുള്ള ഒരു ക്യാമ്പിൽ, അയാളെ കണ്ടാൽ തന്നെ പേടിയോ ആചാനബാഹുള്ള ഒരാളാണ് ഫോറസ്റ്റ് ഗാർഡ്. അയാളടുത്ത് ഞാൻ രാത്രി ചെന്ന് കുറച്ച് നേരം ഇരിക്കും. ഞങ്ങൾ വണ്ടിയിൽ ചെല്ലുന്നല്ലേ. അപ്പോൾ അവൻ പറയുന്നറിയാം, സാറ് പോലെ കുറച്ച് നേരം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കും, അത്രയും നേരം ഒരു ശബ്ദവും ആളും അനക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കള്ളന്മാരും ഉണ്ടെങ്കിൽ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് വരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാജു എന്നാണ് അയാളെ പേര്. ഞാൻ നോക്കിയപ്പോൾ അയാളൊരു ചാക്കിനകത്ത് റോഡിൽ പണിയാൻ കൊണ്ടുവന്ന മെറ്റൽ നിറയെ പറക്കി വെച്ചിരിക്കും. ഞാൻ ചെയ്തത് എന്തിനാണ് രാജു? അപ്പോൾ ആണെങ്കിൽ സാറേ ഞാൻ ഇവിടെ ഇങ്ങോട്ട് രാത്രി എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇതിൽ നേരം 6-7 കല്ല് പറക്കി ആ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങി തിരിച്ചേറ് വരെയാണെങ്കിൽ ഞാൻ ഓടിപ്പോയി പലയിടത്തും വിളിക്കും, ജനങ്ങളെ വിളിച്ചു കൂട്ടും, മരം മുറി നടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഈ നിലമ്പൂർ വനത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോയത്. ഈ തേക്ക് തോട്ടങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത് അന്നുണ്ടായത്. അങ്ങനെ ഈ 2 ഗാർഡുമാർ വന്നപ്പോൾ ഞാൻ അവരെ ചോദിച്ചു, മകസറക്ക് എഴുതി ചോദിച്ചു. പിന്നെ നമുക്ക് കേസ് അന്വേഷണമായല്ലോ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോയിട്ട് എന്തെന്നറിയാം, ഈ മരം ഒരു മില്ലിൻ്റെ പുറത്ത്, മില്ലിനകത്ത് ഉമ്മാരിടില്ല കള്ളന്മാർ. ഈ മില്ലുകാരും കള്ളന്മാരാണ്. അവൻ്റെ കോമ്പൗണ്ടിലിടില്ല, കോമ്പൗണ്ടിന് പുറത്ത് റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഇട്ടേക്കാൻ പറയും. ഓരോ കഷ്ണം സൗകര്യം പോലെ എടുത്താൽ മതിയല്ലേ. ഞാൻ അവിടെ ചെന്ന് ഈ കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ സർക്കാർ മുഴുവൻ തൊണ്ടിയും കിട്ടിയല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ കഷ്ണങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറ്റി എടുത്തു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കുറ്റിവണ്ണം ഉണ്ടല്ലോ, അത് മാസ്റ്ററിലുണ്ടാവും. ആ കുറ്റിവണ്ണവും ഇതിൻ്റെ ഓരോ കുറ്റിയും എടുത്തു വെച്ച് ഓരോ കഷ്ണം ഞാൻ നിരത്തി വെച്ച് അതിൻ്റെ ട്രീ ഫോം ചെയ്യുക എന്ന് പറയും. ഈ കുറ്റി വണ്ണവും അതിൻ്റെ മുരടിൻ്റെ ആദ്യ കഷ്ണത്തിൻ്റെ മുരടും ടാലി ചെയ്യണം. അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ മുറിച്ച്, ആ വാൾമുറിയും അടുത്ത കഷ്ണത്തിൻ്റെ മുരടും എന്താണ് കൊറിലേറ്റ് ചെയ്യണം. അങ്ങനെ ചേർത്ത് വെച്ച്
അത് വരച്ച് വയ്ക്കണം, അതിൻ്റെ അളവൊക്കെ എഴുതി മാസ്റ്ററിൽ. അതിനെ ട്രീ ഫോർമേഷൻ കൊറലേഷൻ മാസ്റ്റർ എന്നാണ് അതിനെ പറയുന്നത്, കോറിലേറ്റ് ചെയ്തുള്ള മാസ്റ്റർ. ആ മാസ്റ്റർ എഴുതി തയ്യാറാക്കി മേലധികാരിയെ കൊണ്ട് വെരിഫൈ ചെയ്യണം. വെരിഫൈ ആയിട്ടാണ് ഇത് സർക്കാർ ബന്ദോബസ്തിലെടുത്തിട്ട് അയാൾക്ക് ബോധ്യപ്പെടണം ഇത് അയാൾ ഈ അളവൊക്കെ എടുത്ത് നോക്കും. വെരിഫൈ ചെയ്യുന്ന ആൾ ഇനി കാര്യവന്മാർ നഷ്ടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വ്യാജ കൊറലേഷൻ മാസ്റ്റർ എഴുതുകയാണെന്നല്ല അറിയില്ല. ഇതൊക്കെ നല്ല പണിയാണ്, ചേർത്ത് വെച്ച് മാസ്റ്റർ എഴുതും. അങ്ങനെ കൊറലേഷൻ മാസ്റ്റർ എഴുതി 4 കുറ്റി തേക്കിൻ്റെയും സാധനം കണ്ടെത്തി ഓഫീസർമാർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയി വാളയാറ്. ട്രെയിനിങ് ആയപ്പോൾ ഇവിടുന്ന് സ്റ്റാഫ് വിളിക്കുന്നത്, സാറേ ഈ സർക്കാർ നഷ്ടം ഒഴിവാക്കണമെന്നും പറഞ്ഞ് സാറ് മാസ്റ്റർ എഴുതിയില്ല, തൊണ്ടി മുഴുവൻ കിട്ടിയതുകൊണ്ട് അത് പറ്റൂല എന്നും പറഞ്ഞ് ഇവിടെ നോട്ട് വെച്ചിരിക്കുന്നു ഓഫീസിലിരിക്കുന്ന ക്ലാർക്കുമാർ. കാര്യം ഒരു മരം മുറിച്ച് നമ്മൾ സ്റ്റോക്കിലെടുത്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുമ്പോൾ ക്ലാസിഫിക്കേഷനും കൺവേർഷനും നടത്തുമ്പോൾ എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ നിന്ന് പിടിക്കും, അല്ലെങ്കിൽ അതിന് ചുമതലയുള്ള കൺവീനറുടെ ബില്ലിൽ നിന്ന് പിടിക്കും. അതിന് ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ ലോസ് എന്നാണ്. ആ ലോസ് എവരെ നിന്ന് പിടിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ ഈ മരമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഞാനാണ് ആദ്യമായിട്ട് അതിന് വിപ്ലവം ഉണ്ടാക്കിയത്. ഞാനൊരു റിപ്പോർട്ട് അവിടെ നിന്ന് എഴുതിയിട്ട് ഒരു ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്ന് DFO കണ്ടിട്ട് അപ്പോൾ DFO പറഞ്ഞ് പുള്ളിക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു. പുള്ളി പറഞ്ഞു പിന്നെ അല്ല സുഗത, ഇതിപ്പോൾ ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ ലോസ് എന്ന് പറയുന്നൊരു ലോസ് ഇല്ലേ? ഞാൻ പറഞ്ഞു സാറേ, ഞാനൊരു ഫോറസ്റ്റർ എന്നുള്ള നിലയിൽ കൂപ്പിൽ മരം മുറി നടക്കുമ്പോൾ അതിന് ക്ലാസിഫിക്കേഷനും കൺവേർഷനും നടത്തുന്ന ആളാണ് ഞാൻ. അതിലെന്തെങ്കിലും സർക്കാർ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലധികാരി ഡെപ്യൂട്ടി റേഞ്ചറോ അല്ലെങ്കിൽ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ സാറോ വന്ന് പരിശോധിച്ചിട്ട് എൻ്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായിരുന്നു, എൻ്റെ കൺവേർഷൻ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ഇത്ര റുപ്യ ഇയാളെന്ന് നഷ്ടം ഈടാക്കാമെന്ന് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ആ കരാറുകാരൻ്റെ ഈടാക്കാം. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺവേർഷൻ ലോസ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, സാറ് പറയുന്ന കണക്ക് ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ എല്ലാ കള്ളന്മാരെയും വിളിച്ചു വരുത്താം. എന്നിട്ട് ഞാനൊരു ക്ലാസ് എടുത്തു കൊടുക്കാം. ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ, ഒരു മരം മുറിച്ചിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്താ? അപ്പോൾ അയാൾ ചാന്ത സുഖ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കള്ളൻ്റെ ക്ലാസിഫിക്കേഷനാണ് സൂപ്പർ ക്ലാസിഫിക്കേഷൻ. അവൻ വെറുതെ ഒരു മരത്തിൻ്റെ നീളം മുറിക്കില്ല, അവൻ 2 10 കഷ്ണം മുറിക്കും. എന്താണെന്നറിയാം? കട്ടിളക്കി 1:40 ഒരു കഷ്ണം മുറിക്കും. എന്തിനാണെന്നറിയാം? ജനൽ കട്ടിളക്കി. സൂപ്പർ ക്ലാസിഫിക്കേഷനാണ്. സാറ് കാര്യം ചെയ്ത് ലേലത്തിൽ വിൽക്കും. ലേലത്തിൽ വെച്ച് വിട്ടിട്ട് അങ്ങ് ലേലത്തിൽ വെച്ച് പൈസ കിട്ടിയപ്പോൾ ഡിപ്പോയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയ, അതായത് മരം മുറിച്ച കള്ളൻ. അപ്പോൾ സർക്കാരിന് ലാഭമായി, മരം മുറിക്കേണ്ടി വന്നില്ല, മരം മുറിക്ക് പൈസ ചിലവില്ലല്ലോ, ഇല്ലല്ലോ. അങ്ങനെയാണ് ആദ്യ DFO ഒരു പ്രൊസീഡിങ്സ് ഇറക്കിയത്. ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ ലോസ് ഇതിന് ബാധകമാക്കാൻ പറ്റില്ല. എത്ര പേര് രക്ഷപ്പെട്ടെന്ന് പറയാൻ ശേഷം എത്ര പേരെന്ന് പൈസ ഇങ്ങനെ അവന്മാർ വർഷങ്ങളായിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൂപ്പിലാണ് ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ ലോസ് വരുന്നത്, അല്ല കള്ളനല്ല. കള്ളൻ്റെ നാപ്പ് നമ്മൾ തിരിച്ച് സംസാരിച്ചുകൊണ്ടാണ് അത് ഒഴിവായത്. അങ്ങനെ നിലമ്പൂരിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കൺവേർഷൻ മാസ്റ്റർ ലോസ് ഒഴിവായിപ്പോയ കേസ് ഈ കേസിലാണ്. പക്ഷേ പിന്നെ ആ കേസ് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമല്ലോ. അതിൻ്റെ അന്വേഷണവും വന്നിട്ട് നടത്തിയ ഞാൻ തന്നെ. പിടിച്ചോ? അതിൽ രസം കേൾക്കണ്ടേ? ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവരെ കെട്ടിയിട്ടെന്നൊക്കെ അല്ലേ പറഞ്ഞു. അപ്പോൾ അതിന് അടുത്തൊരുത്തൻ താമസമുണ്ട്. അവനാണെങ്കിൽ ഈ അവിടുത്തെ ഒരു പുഴയുണ്ട്, കുതിരപ്പുഴയിൽ നിന്ന് ഞാൻ ഒരിക്കൽ കണ്ടിരുന്നതാണ്. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് നടന്ന സംഭവമാണത്. മോട്ടറൊക്കെ വെച്ച് വനഭൂമിയുടെ അടിയിൽ കൂടെ പൈപ്പൊക്കെ ഇട്ട് അവൻ്റെ തോട്ടത്തിലേക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട്. ഇത് പണ്ടിരുന്ന ആരോ കണ്ണടച്ചുകൊണ്ട് അവൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ്റെ വീട് ഈ സ്റ്റാഫിനെ കെട്ടിയിട്ടെന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. ഞാൻ അവിടെ ചെന്ന് അവനെ വിളിച്ചിട്ട് ചോദിച്ച്, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ സ്റ്റാഫിനെ കെട്ടിയിട്ടിട്ട് അവന്മാർ ഒപ്പനയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി കള്ളും കുടിച്ച് ഈ മരമൊക്കെ മുറിച്ച് പോയിരുന്നാൽ ഒന്ന് ഇറങ്ങി നോക്കുകയെ ഈ സ്റ്റാഫിന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞെന്നറിയാം, അതെ നിങ്ങളെ കാട് നോക്കലല്ല, തോട്ടം നോക്കലല്ല എൻ്റെ പണി. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ, തോട്ടം നോക്കലല്ല എൻ്റെ പണി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കണം, നിങ്ങൾ ശമ്പളം മേടിക്കുന്ന ആളുകളല്ലേ. ഇവൻ പറഞ്ഞ വാചകമാണ്. ഞാൻ പറഞ്ഞേ, അവനോട് തിരിച്ചു നിന്നിട്ട് ഞാൻ പറഞ്ഞേ, നിൻ്റെ തോട്ടത്തിലേക്ക് വെള്ളം അടിക്കുന്നൊരു മോട്ടർ ഓടി ഇരിപ്പുണ്ടല്ലോ, അത് നേരെ നിൻ്റെ തോട്ടത്തിലേക്കാണല്ലോ പോണത്,
അത് ഞാൻ കണ്ടതവേ അറിയില്ല. ഭൂമിക്ക് അടിയിൽ കൂടെ, വനത്തിനടിയിൽ കൂടെ, തോട്ടത്തിനടിയിൽ കൂടെ ആണല്ലോ നീ പൈപ്പിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ നിനക്ക് ആ സമയം തരും. അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവൻ അപ്പോൾ ഞാനും പോയി. അവൻ ഓടി അവൻ്റെ വണ്ടി എടുത്ത് സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിക്കണം. കാര്യം ഞാൻ ഇറങ്ങി നോക്കിയിരുന്നു, എനിക്കത് പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ബഹളം കണ്ടിട്ട്, മരം മുറിക്കുന്ന ബഹളം കണ്ടിട്ട് ഞാൻ ഇറങ്ങി, നിങ്ങളെ സ്റ്റാഫ് അവിടെ ഉണ്ടോയെന്ന് ക്വാർട്ടേഴ്സിൽ പോയി ഞാൻ നോക്കി. സ്റ്റാഫില്ല. നിങ്ങളീ പറഞ്ഞല്ലേ ഇവിടെ കെട്ടിയിട്ടിരുന്നവരെ, അവരവിടെ കാണണ്ടേ? ഞാനായിട്ട് ഒറ്റയ്ക്ക് എന്നും തടയാനൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ ഈ 2 സ്റ്റാഫിനെയും വിളിച്ച്, ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ച് ഒരുത്തിനടുത്ത് ചോദിച്ചു. അവൻ പറഞ്ഞ്, ഞാൻ മറ്റവൻ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വീട്ടിൽ പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനും പോയി. അവന് വാച്ചറുണ്ടായിരുന്നു. ആ വാച്ചറെ ഏൽപ്പിച്ചിട്ട് പോയി 2 പേരും. വാച്ചർ വീട്ടിൽ കിടന്ന് ഉറങ്ങി സുഖമായിട്ട്. അല്ലെങ്കിൽ വാച്ചർക്ക് വലിയ റോളുണ്ടാവും. ഇവന്മാർ പറഞ്ഞു വിടും ചിലപ്പോൾ സ്റ്റാഫിനെ, സാർ പോയിട്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. എന്തൊരു ഒത്തുകളിയായിരിക്കും. ഇത് നടന്ന സംഭവം. പിന്നെ എന്ത് ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ എന്നറിയാം, മറ്റ് നടപടികൾക്കൊന്നും നിന്നില്ല. കാര്യം അതിന് ഇങ്ങനെ ഒരു മൊഴിയല്ലേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്. പിന്നെ അവരെ പറഞ്ഞ് വിലക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോയി. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാര്യം ഇവരുടെ റിസ്ക് കണ്ടിട്ട്, അത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വീട്ടിൽ പോകാനെങ്കിലും ഒന്ന് കഴിയട്ടെ. ഇതിൽ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്, അതറിയോ. ഹെഡ് ക്വാർട്ടർ വിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, എപ്പോഴും ഈ വനം വകുപ്പെന്ന് കേൾക്കുമ്പോൾ മുൻനിര ജീവനക്കാരെന്ന് പറയുന്ന ഈ സ്റ്റാഫാണ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ്. ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് എന്നാണ് അവരറിയും. അവരുടെ മേളിലാണ് എല്ലാ ഡാമേജും വന്ന് വീഴുന്നത്. അവരുടെ അധ്വാനത്തിനൊരു വില കൊടുക്കണം. വില കൊടുക്കണം. അതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം സർക്കാർ. അവരത്രയും ചെയ്യുന്നില്ല. പണ്ട് മാവോയിസ്റ്റുകൾ നിരന്തരം കാട്ടിൽ കയറി നിരങ്ങിയപ്പോഴേ നമ്മളെ സ്റ്റാഫിന് ഫീൽഡിൽ പോകാൻ പേടിയായിരുന്നു. അവർ വന്ന് എന്നോട് പറയും, നമുക്ക് എന്ത് ചെയ്യാനിപ്പോൾ? കാട്ടിലേക്ക് കയറി ചെല്ലുന്ന ജീവനക്കാരനെ കാട്ടിലിരിക്കുന്നവൻ ആദ്യം കാണും. അത് കാടിൻ്റെ സ്വഭാവമാണ്. നേരത്തെ നിങ്ങൾ അഭിഷേകം പോയി കാട്ടിലിരുന്ന് നോക്കിയാൽ മതി, ആ വഴി കാണാം. മോളിൽ ഇരുന്നിട്ട് വരുന്നവൻ ആദ്യം കാണും. അവൻ്റെ ഇരിക്കുന്ന AK-47 എടുത്തൊരു ഒറ്റ അടി അടിച്ചെന്നാൽ എന്ത് പറ്റും? അവൻ്റെ വീട്ടുകാർക്കില്ല. അവന് പിന്നെ ഇതിലെ കാലി കേസിൻ്റെയും എത്ര റൗണ്ട് ഫയർ ചെയ്തെന്നുള്ള കണക്കാരെയും ബോധിപ്പിക്കേണ്ട ഉണ്ടോ? വേണ്ട. ഞാനൊരു കഞ്ചാവ് റെയ്ഡിന് കൊണ്ടുപോയിട്ട്, ഒരു റൈഫിൾ കൊണ്ടുപോയിട്ട് 1 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാലി കേസ് എടുത്ത് ഞാൻ സൂക്ഷിക്കുകയും വേണം, റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും വേണം എന്തിനുപയോഗിച്ചെന്നുള്ളത്. കാട്ടിൽ വെച്ച് എവിടെയെങ്കിലും ഈ പിന്നെ ബോൾട്ട് വലിക്കുമ്പോൾ ഈ കാലി കേസ് തെറിച്ച് എവിടെയെങ്കിലും വീണുപോയി തപ്പിയെടുക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ റിസ്കുകൾ. മറ്റവനാവുന്നില്ലല്ലോ. എത്ര റൗണ്ട് വേണേൽ വെക്കാം. അവൻ്റെ 10-40 റൗണ്ട് തീരുന്നതാണ്, വെച്ച് പിടിച്ചാൽ മതി. ഇതൊക്കെ വെളിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ്. അല്ല, നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ. നമുക്ക് പഴയ 303 അതുപോലെ 22 റൈഫിളുമാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് അവരെയൊക്കെ നേരിടുന്നതിനും പരിമിതികളുണ്ട്. അത് നമുക്കത് വയ്ക്കാൻ ഒക്കില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരാളിനെ വെടിവെച്ച് കൊല്ലാം, കാട്ടിൽ വെച്ച്, കുഴപ്പമൊന്നുമില്ല. ഏറ്റുമുട്ടലിൽ എൻകൗണ്ടറിലൊക്കെ കൊല്ലാം. പക്ഷേ എന്നാൽ തന്നെയും ആ ഡെഡ് ബോഡി നമ്മൾ സൂക്ഷിക്കണം. പോലീസ് പിന്നെ മജിസ്ട്രേറ്റ് വരുന്നവരെ സൂക്ഷിച്ചിട്ട് അവൻ്റെ മുതത്തെങ്ങാനാണ് വെടിയുണ്ടെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞാൽ തിരിഞ്ഞോടിയാനെ വെടിവെച്ചെന്ന് പറയും. വ്യാജ ഏറ്റുമുട്ടൽ. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർക്ക് ഇങ്ങനെ കാട്ടിനുള്ളിൽ ഒരു മോഷണം കണ്ടാൽ അതൊരിക്കൽ നമ്മൾ പ്രകൃതി ശ്രീവാസ്തവ എന്ന് പറയുന്ന മാഡം IFS-കാരിയാണ്, നോർത്ത് ഇന്ത്യൻ. അവർ നിലമ്പൂർ നോർത്ത് DF ആയിരുന്നപ്പോൾ ജോസ് എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ വെടിവെച്ചു. വെടി കൊണ്ടില്ല. അയാൾ ഈ മാഡത്തിനോട് പറഞ്ഞിട്ടാണ് പോയത്. കാര്യം അവിടെ സംഘമായിട്ടൊന്ന് മരം മുറിക്കാൻ വരുന്നുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒറ്റയ്ക്ക് പറ്റില്ല, ഞാനിതിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ജോസ് വെടിവെച്ചത് ഇരുട്ടിലാണ് വെടിവെക്കുന്നത്. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ കാട്ടിലായാലും ശരി, എവിടെയായാലും ശരി, പകലായാലും ശരി, നമുക്ക് റൈഫിൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറയും, കാട്ടിനകത്ത് എപ്പോഴും ആളാണ്.
ചിലപ്പോൾ ഒരു ആദിവാസി ഉണ്ടാവും അവിടെ, വെടി അവനും ഉണ്ടാവും, പണിയായില്ലേ. ഇത് അങ്ങനൊന്നും വെക്കാൻ നോക്കില്ല. ഈ പിന്നെ ജോസൊന്ന് വെച്ച് വെടി, അതെന്തെല്ലാം ബഹളം ഉണ്ടായി. കൊണ്ടുപോയില്ല. വെടി വെച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അവന്മാർ മരം മുറിക്കാൻ വന്ന അവന്മാർ ഇങ്ങോട്ട് വെച്ച് വെടി. അന്ന് മാഡം എന്നിട്ട് പിന്നെ നമ്മളെ സ്റ്റാഫിന് അവന്മാർ സ്റ്റാഫുമായിട്ട് ഏറ്റുമുട്ടി, സ്റ്റാഫുമായിട്ട് പിന്നെ മൽപ്പിടുത്തം ഉണ്ടായി, അടിയുണ്ടായി, സ്റ്റാഫിന് പരുക്കായി, സ്റ്റാഫ് നിലമ്പൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഞാൻ KFPSCയുടെ ജില്ലാ പ്രസിഡൻറ്റാണ്. അന്ന് മാഡത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, അവർ എനിക്കൊപ്പം നിന്നു. അപ്പോൾ സ്റ്റാഫിനൊപ്പം നിൽക്കണം, വേണ്ടേ? പിന്നെ അതിൽ മുമ്പ് എനിക്ക് ഒരു ഗാർഡിനെ ഒരുത്തൻ തല്ലി, എൻ്റെ ഗാർഡായിരുന്നു. തല്ലിയപ്പോൾ നമ്മളവനെ തിരിച്ച് തല്ലും പിടിക്കുമെന്നൊക്കെ ആയപ്പോഴോ എന്ത് ചെയ്തു, അവൻ പോയി അവൻ്റെ ഭാര്യയെ കൊണ്ടൊരു പെറ്റീഷൻ എഴുതി കൊടുത്തു. ഇവൻ അവൻ്റെ ഭാര്യയെ പിടിച്ചിട്ടാണ് അവൻ തല്ലിയത്. എങ്ങനെയുണ്ട്? ഇതൊക്കെ മിക്കവാറും വ്യാജമാണ്. ഇതെല്ലാം ഇത്തരം കേസുകളൊക്കെ കേൾക്കുന്നവരായിരിക്കും, അവൻ്റെ ഭാര്യയെ പിടിച്ചിട്ടല്ലേ, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാ അവൻ ചെയ്ത നല്ല കാര്യം. എന്നിട്ട് വേറൊരു ദിവസം കണ്ടേ, ഇവൻ്റെ ഭാര്യ ആശുപത്രി വന്ന് ഈ അടികൊണ്ട് കിടക്കുന്നവൻ്റെ. എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പതുക്കെ ചോദിച്ചു, സാറേ അങ്ങനെ ചെയ്യുമോ? ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ. അതേപോലെ കാട്ടിൽ വെടിവെപ്പുണ്ടായി, നറ്റുണ്ടായി, ആനക്കൊമ്പ് വേട്ടുണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാനൊന്നും കഴിയാതെ. വെടിവെച്ച് കൊല്ലാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. വെടിവെച്ച ജീവൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കുന്നതിന് എന്താ കുഴപ്പം? വെടിവെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഡെഡ് ബോഡി അവിടെ നിന്ന് എടുക്കരുത്, അത് മജിസ്ട്രേറ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ എന്നിട്ട് മജിസ്ട്രേറ്റിന് തോന്നണം ഈ വെടി അത്യാവശ്യമായിരുന്നു എന്ന്, അല്ലെങ്കിൽ വെടിവെച്ചാൽ അകത്ത് പോകും. അത് വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെടിവെക്കുന്നവൻ്റെ കാര്യം വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പ്രകൃതി ശ്രീവാസ്തവ മാഡം ആണെന്ന് വെച്ചോ, അവർ കൂടെ വയ്ക്കും. അവരാണ് ഇത് പരിശോധിക്കാൻ വരുന്നതെങ്കിൽ അവർ പറയും വെടി ഇനെവിറ്റബിൾ ആയിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബോൾഡായിട്ടുള്ള ഓഫീസർമാരുണ്ട്. അവരൊരു സ്ത്രീയാണെങ്കിലും അവരന്ന് നമുക്കൊപ്പം നിന്ന് അവർ ആശുപത്രിയിലൊക്കെ വന്നിട്ട് പോലീസിനെ കൊണ്ട് അവന്മാരുടെ പേരിൽ ശക്തമായ നടപടിയെടുത്ത്, എന്നിട്ട് അവളെ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായി അവൾ ഇറങ്ങിപ്പോയി, അവൻ്റെ ഭാര്യ വൈദ്യപരിശോധന. അവർ അന്ന് ബോൾഡായിട്ട് നിന്നു. ചില ഓഫീസർമാർ ചിലപ്പോൾ നിൽക്കണമെന്നില്ല, മറ്റൊരാൾ പറയുന്നത് വിശ്വസിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. OJ സെബാസ്റ്റ്യൻ മരിച്ചു. OJ സെബാസ്റ്റ്യൻ മരിച്ചതിന് ശേഷം മൂന്നാമത്തെ രക്തസാക്ഷി, അതാണ് ഏറ്റവും വലിയ രസം, K. സുധീർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. എനിക്കറിയാവുന്ന പയ്യൻ. ആദ്യം ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കണ്ട് ഞാനും കൂടെ വേണമെന്ന് ജോയിൻ ചെയ്യുന്നു. സുധീർ അവിടെ പോത്തുകല്ല് സ്റ്റേഷനിലായിരുന്നു. ആ സംഭവം ഉണ്ടാകുന്ന 2009 ഡിസംബർ മാസം 1-ാം തീയതി. അത് നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല. ഞാൻ അന്ന് പട്ടിക്കാടാണ്, തൃശ്ശൂർ പട്ടിക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ്. അന്ന് അവിടെ ഞങ്ങളെ സംഘടനയുടെ ഒരു സംഭാവന, അവിടെ മുളയം എന്ന് പറയുന്നൊരു വില്ലേജുണ്ട് തൃശ്ശൂർ. മുളയം വില്ലേജിൽ SOS എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അനാഥരായ കുട്ടികൾ, അനാഥരായ അമ്മമാർ. ഇപ്പോൾ ഒരമ്മയ്ക്ക് 2-3 കുട്ടികളെയും കൊടുക്കും. തള്ളേ അനാഥ, മക്കളും അനാഥ. ഒരു വീട്ടിൽ അവർ മക്കളെ കാലത്തെ ഒരു തള്ള നോക്കുന്നവനൊക്കെ നോക്കും, സ്കൂളിൽ പറഞ്ഞയക്കും. അപ്പോൾ അവർക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 50,000 രൂപയുടെ ഒരു ചെക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാക്കി. അന്ന് രാജാജി മാത്യു തോമസ് ഇല്ലേ, MLA, രാജാജി അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനും ആ വേദിയിലുണ്ട്. അപ്പോഴാണ് ഇവിടുന്ന് മെസ്സേജ് വരുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. സുധീറിന് ആന കുത്തി കൊന്നു, വളരെ മൃഗീയമായിട്ട് കുത്തിക്കളഞ്ഞു. ആ ചടങ്ങ് അനാഥ പിള്ളേരും അമ്മമാരൊക്കെ അല്ലേ, അവിടെ ഒരു കണ്ണീരും കരച്ചിലുമായി മാറി. അതൊരു അനുശോചന യോഗം പോലെ ആയി മാറി. അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പിന്നീട് ഞാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം എന്നറിയാം. അവിടെ ഒരു ആദിവാസി കോളനിയുണ്ട്. കോളനിയിൽ ഒരു വാഴ കൃഷിയുണ്ട്. ഈ ആന വന്ന് വാഴ തിന്നാൻ വരും. പോത്തുകല്ല് വാഴ തിന്നാൻ വരും. വാഴ തിന്നാൻ വന്നപ്പോൾ എന്തെന്നറിയാം, തലേന്ന് വലിയ പാറക്കല്ല ആ പുഴയിൽ നിന്ന് കയറ്റി എൻ്റെ മുകളിൽ വെച്ചിരുന്നിട്ട് ഈ ആനയെ എറിഞ്ഞ് നാശമാക്കി. എറിഞ്ഞ് നെറ്റിയൊക്കെ പൊട്ടിച്ചതിനെ വല്ലാണ്ട് അത്രത്തോളം ആക്കി ആന പ്രകോപിപ്പിച്ചു. ചെന്നാൽ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ആനയാണ്.
ഈ ആന അങ്ങോട്ട് പുഷ്കരൻ പൊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ മുളയുണ്ട്, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കണം ആന അടുത്ത ദിവസവും. ഇതിനാണെന്നറിയാം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ ശരിയാക്കാൻ നിൽക്കണം ആന. ഈ ട്രൈബ്സിൻ്റെ ആന എന്നെ ആക്രമിച്ച ഒരു അപ്പോഴേ ഈ പെരാമ്പുലേഷൻ കഴിഞ്ഞ് ഇവരൊക്കെ വന്ന് കടന്നു പോവുകയും ചെയ്ത് സുധീറാണ് പറക്ക വന്നത്, സുധീറിനെ തുമ്പിക്ക് കൊണ്ട് ചുരുട്ടി. അപ്പോൾ അതിന് ഹോമോസാപ്പിയനാണ് എനിമി, മനുഷ്യനാണ് എനിമി. ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. തലേന്നത്തെ വേദന സഹിച്ച് നിൽക്കുന്ന ആനയാണ്, ആരെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓർമ്മയൊക്കെ കാണുമോ തിരിച്ച് തന്നെ ഉപദ്രവിച്ചവരെ? അല്ല, ആനയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ആനയ്ക്ക് ദൂരക്കാഴ്ചയില്ല. ഒരു 50 മീറ്ററിനപ്പുറത്തേക്ക് ആനയ്ക്ക് കാഴ്ച കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ആന ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആർക്കും അറിഞ്ഞില്ല, ആനയ്ക്ക് മാത്രമേ അറിയൂ. അതെന്തെന്നറിയാം, നമ്മളിപ്പോൾ ഇത് നീല നിറമായിട്ട് കാണുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ റെഡ് പിന്നെ എന്താണ് ഒരു റെഡ് ഗ്രീൻ ബ്ലൂ, റെഡ് ഗ്രീൻ ബ്ലൂ 3 കോൺസെൽസുകൾ എന്നാണ് അതിനെ പറയുന്നത്. റെഡ് കോൺസെൽസ്, ബ്ലൂ, ഗ്രീൻ കോൺസെൽസ്. ഈ 3 കോൺസെൽസ് നിങ്ങളെ കണ്ണിലുള്ളതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങളെ കണ്ണിൽ ചെയ്യുന്നൊരു പ്രവണതയാണ്, തലച്ചോറ് ആണ് ഈ കളർ ഉണ്ടാക്കി കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കളർ, ഇതിനൊന്നും കളറൊന്നും ഇല്ല, റിഫ്ലക്ഷനാണ്. ലൈറ്റ് ഇത് ഒക്കെ ബാക്കി എല്ലാ നിറവും അബ്സർവ് ചെയ്തിട്ട് നീല നിറത്തെ മാത്രം എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നീലയെ കാണുന്നത്. അത് നിങ്ങളെ കണ്ണെന്ത് എന്ന് പറയുക, ഈ 3 കോൺസെൽസാണ് കളറിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ആനയ്ക്ക് ബ്ലൂ കോൺസെൽസ് ഇല്ല കണ്ണിൽ. അപ്പോൾ പിന്നെ ആന ഈ ലോകത്തെ എങ്ങനെ കാണുന്നത് നമ്മളെങ്ങനെ അറിയും? ആനയ്ക്കിതില്ല, ആനയ്ക്ക് ബ്ലൂ കോൺസെൽസ് ഇല്ല. പിന്നെ ആനയ്ക്കുള്ള ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്, ഇവൻ നല്ല ശബ്ദം പിടിക്കും, കേൾവി ശക്തി, കേൾവി കൂടുതലാണ്. അതേപോലെ തന്നെ മണം പിടിക്കും. കേൾവി എന്ന് പറഞ്ഞാൽ വളരെ, നമ്മളൊരു 20 ഹെർട്സ് ഇതിന് താഴെയുള്ള ശബ്ദം മനുഷ്യനെ കേൾക്കാക്കൂല, 20,000 ഹെർട്സിന് അപ്പുറമുള്ളതും കേൾക്കാക്കൂല. അതാണ്, അങ്ങനെയാണ് നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആനയ്ക്ക് 16 എന്താണ് ഹെർട്സിൽ താഴെയുള്ള ശബ്ദം വരെ കേൾക്കാം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ കോളനിയിലേക്ക് ഒരു ചോലയിൽ നിന്ന് ഞാൻ പൈപ്പിട്ട് കോളനിയിലേക്ക് വെള്ളം കൊണ്ടുപോയി മണ്ണിനടിയിട്ട്. വേനൽക്കാലം ആയപ്പം ഒരു കൂട്ടം ആന അതിലേ വന്നു. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് ഈ പൈപ്പിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദം അവന് കിട്ടിയിരിക്കുന്നു. നമ്മൾ പോയാൽ അറിയില്ല പൈപ്പിനടിയിൽ കൂടെ വെള്ളം പോണത്. ആ ശബ്ദം അറിഞ്ഞിട്ട് ആന എന്തെന്നറിയോ, കൊമ്പ് കൊണ്ട് കുത്തിപ്പൊളിച്ച് ആ പൈപ്പ് പുറത്തെടുത്ത് പൊട്ടിച്ചരിന്ന് വെള്ളം കുടിച്ചിട്ട് പോയി ആന. അപ്പോൾ എനിക്ക് ഏതായാലും ഉറപ്പായി, വാട്ടർ മോളിക്യൂൾസ് സഞ്ചരിക്കുന്ന ശബ്ദം ആനയ്ക്ക് കേൾക്കാം. അതുപോലെ ഈ നമ്മളെ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡില്ലേ, അവിടെ ഈ സുനാമി അടിച്ചില്ലേ, സുനാമി അടിക്കുന്നതിന് മുമ്പ് അവിടെ കുറേ ആദിവാസികളുണ്ട്. അവന്മാരെ ജറവ എന്നാണ് പറയുന്നത്, ജറവാസ്. അവന്മാർ തുണിയൊന്നും എടുക്കില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അവന്മാരെ സർക്കാർ തുണിയൊക്കെ ഒടിപ്പിച്ച് ഇച്ചിരി പരിഷ്കൃതരൊക്കെ ആക്കി. ജറവാസ് പ്രകൃതിയോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്നവരാണ്. അവിടെ ആനയുണ്ട്. ആനയും മറ്റു മൃഗങ്ങളുടെയും മൂവ്മെൻറ്റ്സ് ഇവന്മാർ നോക്കും. അപ്പോൾ ഈ സുനാമി അടിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ആനകളെല്ലാം വരിവരിയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ജറവാസ് മനസ്സിലാക്കി എന്തോ കുഴപ്പമുണ്ട്. യുവന്മാരെല്ലാം പറക്കി കെട്ടിയിലേക്ക് പിന്നാലെ മുകളിൽ പോയി. അടുത്ത ദിവസം എന്തെന്നറിയാം, സുനാമി അടിച്ച്. അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്ന് കിടന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, പട്ടണത്തിൽ നിന്ന് വന്നവന്മാർ വലിയ വീടുകളിൽ കിടന്ന എല്ലാവരെയും കടൽ അടിച്ചു തൂഫാനാണ്. ഇവർ രക്ഷപ്പെട്ടു. ഇവന്മാർ സുനാമിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആനയും അമ്മമാരും തിരിച്ചു. അപ്പോൾ ഈ ആനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആനയ്ക്ക് മണം അറിയും. ഇത് ഒരു സത്യമാണ്. കാര്യം ദൂരെ നിന്ന് തന്നെ മണം പിടിക്കും. നിരന്തരം നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് വെച്ചാൽ ഒരു ആനയെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മണമുണ്ട്. അത് എൻ്റെ മണമല്ല, എല്ലാ സ്പീഷീസിനും ഓരോ പ്രത്യേക മണമുണ്ട്. ഈ മണം ആനയ്ക്കറിയും. പിന്നെ എപ്പോഴെങ്കിലും അത് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഈ മണം അതിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവനാണ് ആ വരുന്നത്, ഉപദ്രവിച്ചിരിക്കും. അതെല്ലാം മനുഷ്യരിലും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചതും. ആന ഈ കുത്തിയാണോ കൊല്ലുന്നത്, ചവിട്ടിയാണോ? കൊത്തിയും കൊല്ലും, ചവിട്ടിയും കൊല്ലും, ചിലപ്പോൾ എടുത്ത് എറിയുകയും ചെയ്യും. പക്ഷേ ആരും ഇല്ലെങ്കിൽ ഈ ചവിട്ടി തേച്ച് കളയിട്ട് കുറേ നേരം എടുത്തിട്ട് അടിക്കും.
കാലിലൊക്കെ തൂക്കിയിടുന്ന നിലത്തൊക്കെ അടിച്ച് കാലിലൊക്കെ അടിച്ച് ഭയങ്കര മൃഗീയമായിട്ട് കൊന്നത്. അത്ര ദേഷ്യമാണ്. അങ്ങനെയൊക്കെ ആണ് ഈ സംഭവങ്ങൾ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഈ കരിമ്പുലിയെ ഒരിക്കൽ ആദ്യമായിട്ട് ട്രാപ്പ് ചെയ്യുന്നത് ഞങ്ങളാണ്. അത് വയനാട്ടിൽ ബീനാച്ചി എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. ബീനാച്ചി എസ്റ്റേറ്റിനടുത്ത് അരിവയൽ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. ആ അരിവയലിലുള്ള മുഴുവൻ ഈ ബീനാച്ചി എസ്റ്റേറ്റിൽ താമസമായിരുന്നു ഇയാൾ. ഈ ഇതിനെ പിടിക്കുന്ന അവിടെയുള്ള അരിവയലിലുള്ള ആടുകളെ മുഴുവൻ പിടിച്ച് അവസാനം പട്ടികളെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പരാതി ആയപ്പോൾ അന്ന് അവിടെ ഒരു വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റ് ഉണ്ട്, മുഹമ്മദ് സാറ്. വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റാണ് അയാൾ. മുഹമ്മദ് സാറ് അടുത്ത് വിളിച്ചു പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ട്രാപ്പ് ചെയ്യണം. അയാളെ നാട്ടിൽ പോയിട്ട് അവിടെ ഒരു കൊല്ലനുണ്ട്, അവനെ കൊണ്ട് കാർപ്പൻറ്ററെ കൊണ്ട് ഒരു ബ്ലാക്ക് സ്മിത്തിനെ കൊണ്ട് ഒരു കേജ് ഉണ്ടാക്കി. അയാൾ ഡിസൈൻ പ്രകാരം ഒരു കേജ് ഉണ്ടാക്കി. ആ കേജ് കൊണ്ട് വെച്ചിട്ട് അതിലൊരു നായെ പിടിച്ച് കെട്ടി വെച്ച് അടുത്ത ദിവസം ഇതിനകത്ത് ആൾ വീണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇത് പുലിയല്ല, ഇത് കുറകുറായിരിക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കരിമ്പുലിയാണ്. കരിമ്പുലി എന്ന് പറയുന്നൊരു പ്രത്യേക സ്പീഷീസ് അല്ല, അത് പുള്ളിപ്പുലി പ്രസവിക്കുന്നൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത പൊട്ടുകളുണ്ടല്ലോ പുലിയുടെ, അത് നന്നായി കാണാം. ബാക്കിയുള്ള മഞ്ഞ സ്ഥലത്തൊക്കെ ഒരു ലൈറ്റ് ഡാർക്കായി പോകുന്നതാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് അന്നൊരു സയൻറ്റിസ്റ്റ് വന്നിരുന്നു എന്നെ കാണാൻ. പുള്ളിക്കാരനാണ് നമ്മളോട് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് സ്പീഷീസ്, ഇത് പ്രത്യേക ഒരു സ്പീഷീസ്, പുള്ളിപ്പുലി തന്നെയാണ്. ഇതിന് അഗൗട്ടി ജീൻ എന്ന് പറയുന്നൊരു ജീനുണ്ട് ഈ മൃഗങ്ങൾ. ഈ അഗൗട്ടി ജീനിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. അതാണ് ഈ ആൽബിനിസം ഉണ്ടാക്കുന്നതും. അതേപോലെ തന്നെ ഇതേപോലെ ഇതിന് പറയുന്നത് ഈ കറുത്ത നിറം, ഒരു ജനിതക വൈകല്യം അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ കരിമ്പുലി. ആളുകൾക്ക് ഒന്നും അറിയണമെന്നില്ലല്ലോ. സാർ, അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇത് ആന്ത്രാക്സ് ആണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഈ ആന മരിച്ചത്? അതെ, അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആന്ത്രാക്സ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. ഇവിടുന്ന് സിമിലർ ടു ബാസിലസ് ആന്ത്രാക്സ് എന്ന് വന്നതോടുകൂടി ആ തീരുമാനമാണ്. അയാൾ റിപ്പോർട്ട് എഴുതാതെ അയാൾ വിളിച്ചു പറഞ്ഞു അത് പോയിസണിങ് ആണ്, അവരോട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ ഇവർ ചെയ്യില്ല. പക്ഷേ പിന്നെ നമുക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തീരുമാനിക്കും. ഒരു വന്യമൃഗത്തെ വെടിയേറ്റ് കൊള്ളണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വെടിയേറ്റ് ചൊല്ലും. അതാണ് അവസാന വാക്ക് പുള്ളിയാണ്. പുള്ളി പറഞ്ഞാൽ വെടിയേറ്റ് ചൊല്ലും. അങ്ങനെ ഓർഡർ കിട്ടിയിട്ടാണ് പലയിടത്തും കൊന്നിട്ടുള്ളത്. നാട്ടിലിറങ്ങിയാണ് പലതും കൊന്നിട്ടുള്ളത് അതിൻ്റെ നാട്ടിലുമാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. നമ്മുടെ കാടുകളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവിൻ്റെ വിവിധതരം വെറൈറ്റികൾ അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ആ ചെടി അങ്ങനെ തന്നെ കൃത്യമായിട്ട് മൂന്നായിട്ട് തന്നെ അറിയാം, കണ്ടാലറിയും. ഈ കണ്ടാലറിയും. പക്ഷേ ഇപ്പോൾ ഏറ്റവും വ്യാപകമായിട്ട് ചെയ്യുന്നത് ഈ നീലച്ചടയനാണ്. എന്തൊക്കെയായിരുന്നു സ്പീഷീസ്? ഒന്ന് ചടയൻ, വെറും ചടയൻ. അത് നമ്മൾ ലോക്കൽ ഇവിടെയൊക്കെ കാണുന്ന ചെടി തന്നെയാണ് ചടയൻ. പിന്നെ താപസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ആ ഇലയുടെ അടിഭാഗം നോക്കിയാൽ അറിയാം, കളർ നോക്കുമ്പോൾ അറിയാം. പിന്നെ ഇത് നീലച്ചടയൻ എന്ന് പറയുന്ന സാധനം. നീലച്ചടയൻ എന്ന് പറഞ്ഞാൽ വേഗം വളരും, ഫാസ്റ്റ് ഗ്രോത്താണ്. ഇതെവിടെ എനിക്ക് തോന്നുന്നു ഏതോ ഈ പിന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. മറ്റേ എന്താ ഇത് ചെയ്തിട്ടേ എന്താനൊക്കെ പറയുന്ന പോലെ നടത്തി ഒരു എന്താ ഉണ്ട് നീലച്ചടയൻ എന്ന് പറയുന്ന സാധനം. അത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, കാത്തിരിക്കണ്ട. 5 മാസം കഴിയുമ്പോൾ അത് വിളവെടുക്കാം. പിന്നെ അതുമല്ല അതിൽ ഡ്രഗ്സ് കൂടുതൽ കിട്ടും അതിൽ നിന്ന്. അപ്പം ബാക്കിയുള്ള ഈ താപസി അതുപോലെ തന്നെ ചടയൻ അതിലും ഇത്തിരി സമയം കൂടുതൽ വേണം ഗ്രോത്ത്. പിന്നെ അതുമല്ല ഡ്രഗ്സിൻ്റെ അളവ് കുറവായിരിക്കും. ഈ കിട്ടുന്ന ഈൽഡ് കുറവായിരിക്കും. അങ്ങനെയുണ്ട്. നിൽക്കില്ല. പക്ഷേ ഈ നീലച്ചടയം വലിയ എവിടുന്ന് അമ്മമാർ കൊണ്ടുവരുന്നതെന്നറിയില്ല. എങ്ങനെയോ പിന്നെ ഇത് ശരിക്കും ഇത് ഏതോ സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അല്ല പിന്നെ നമ്മൾ പറയാതിരിക്കത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വിത്താണോ പ്ലാന്റ് ആണോ നടന്നത്? ഇത് അവന്മാർ പിന്നെ വിത്തുണ്ട്, നഴ്സറി എടുക്കും. ആദ്യം വിത്തിട്ട് ഒരു ബെഡ് എടുക്കും. ബെഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, മറ്റേ ഒരു തറയിൽ നിന്ന് ഇത്തിരി ഉയരത്തിൽ ബെഡ് എടുക്കും. നമ്മൾ ഈ ടീക്ക് തൈയൊക്കെ ബെഡ് എടുത്ത് പിന്നെ തേക്കും കുരുവൊക്കെ മുളപ്പിക്കുന്ന കണക്ക് അവന്മാർ ബെഡ് എടുത്തിട്ട് ഇതിൻ്റെ അരി ഇട്ടിട്ട്
ഇതിൽ അവിടെ സീഡ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കും. ആ സീഡ്ലിങ്സ് എടുത്താണ് അവർ പ്ലാന്റ് ചെയ്യുന്നത്. പ്ലാന്റ് ചെയ്തിട്ട് അവർ നല്ല വളം ചേർക്കും. അവിടെ പിണ്ണാക്കും അതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്നവന് മിക്കവാറും അവൻ്റെയൊക്കെ ഈ തീറ്റ എന്ന് പറയുന്നത് മറ്റേ ഉണക്കക്കപ്പയായിരിക്കും. ചാക്ക് കണക്കിനൊക്കെ ഇരിക്കുന്ന ഉണക്ക മീനും. പിന്നെ കാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തിനെയൊക്കെ വെടിവെച്ച് തിന്നുകയും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ സുഖമായിട്ടൊക്കെ കഴിഞ്ഞ് കൂടുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ. ഏതായാലും ഇപ്പോൾ അത് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്ത് ഇത് പൊതുവേ ഇപ്പം നിങ്ങൾ മലയാറ്റൂർ ആ ഭാഗത്തൊക്കെ എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അവിടെ ഇപ്പോഴും വിവരമില്ലാത്ത കുറേ പോച്ചേഴ്സ് ഉണ്ടെന്നറിയാം. പോച്ചിങ് നായാട്ട് നടത്തുന്നവന്മാരുണ്ട്. കഞ്ചാവ് ഇതുപോലെ ആരും പൈസ മുടക്കി പൈസ കളയാൻ നിൽക്കില്ല. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. എവിടെ കണ്ടാലും സാറ്റലൈറ്റ് ഉണ്ടാകും, പടമെടുക്കും. എവിടെ കണ്ടാലും ഈ സാറ്റലൈറ്റിനെ മറയ്ക്കവന്മാർ വേറെ ചില പണികൾ ഇടയ്ക്ക് ചെയ്തു നോക്കി. എന്തെന്നറിയാം, സ്പൊറാഡിക്കായിട്ട് ചെയ്യാം, ഇടവിട്ട്. എന്ന് പറഞ്ഞാൽ ഗ്രിഗേറിയസ് ആയിട്ട് ഒരിടത്ത് പ്ലാന്റേഷൻ പോലെയല്ല. ഇവിടെ ഒരു ചെടി നട്ടിട്ട് പിന്നെ കാട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെടി നടുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും അത് വെട്ടിപ്പോവും. നമ്മളെ ട്രൈബ്സ് ഉണ്ടല്ലോ, അവന്മാരെ കയ്യിലെടുത്താൽ മാത്രമേ അത് നിൽക്കൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന്മാർ ഇൻഡിജിനിയസ് പീപ്പിൾ, അവന്മാർ കാട്ടിലെ ഓരോ സ്ക്വയർ ഇഞ്ചും പരിശോധിക്കുന്നവന്മാരാണ്. നമ്മളും അങ്ങനെ പോവില്ലോ. ഇവന്മാർ കാട് കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. എപ്പോഴും ഞാൻ വനസംരക്ഷണം നടത്തിയിട്ടുള്ളത് ഇവരെ എൻ്റെ കൂടെ നിർത്തിയിട്ടാണ്. ശരിക്കും വനസംരക്ഷണത്തിന് പറ്റിയ ആളുകൾ അവരാണ്. ഏത് കാട്ടിൻ്റെ ഉള്ളിൽ ആന ചരിഞ്ഞ് കിടന്നിട്ട് ചിലപ്പോൾ കൊമ്പ് വരെ നഷ്ടപ്പെട്ടാലും നമ്മൾ അറിയണമെന്നില്ല. മാസങ്ങൾ കഴിഞ്ഞ് അസ്ഥികൂടം മാത്രം ചിലപ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോഴേ ചിലപ്പോൾ അറിയൂ. പക്ഷേ ഈ ആദിവാസികളെ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആന ചരിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ അമ്മമാർ അറിഞ്ഞാൽ അമ്മമാർ കൃത്യമായി റേഞ്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എൻ്റെ പല കാര്യം എൻ്റെ ഇൻഫോർമർമാർ, എൻ്റെ ഇൻ്റലിജൻസ് വർക്ക് നടത്തിയവർ എല്ലാം ട്രൈബ്സാണ്. അവർ ഈ കഞ്ചാവ് തോട്ടമൊന്നും വിളിച്ച് പറയാറില്ല. ഉണ്ടെങ്കിലും പറയും. കഞ്ചാവ് കൊണ്ട് അവരപ്പം അറിയിക്കും. പക്ഷേ ഇപ്പോൾ ഇതില്ല ഇല്ല. പിന്നെ ആളുകൾ ചിലപ്പോൾ ഒന്നല്ലേ, ചില ആവശ്യക്കാരൊക്കെ സ്പൊറാഡിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ സാറ്റലൈറ്റ് കിട്ടുമോ? അത് കിട്ടാൻ പ്രയാസമായിരിക്കും. പ്ലാന്റേഷനിലായിരിക്കും പെട്ടെന്ന് അറിയുക, റേഡിയേഷൻ്റെ ഇതുകൊണ്ടേ അങ്ങനെ അറിയാം. സാർ അങ്ങനെ ഉൾക്കാട്ടിൽ ഇങ്ങനെ ഒരു കഞ്ചാവ് തോട്ടം റെയ്ഡ് ചെയ്യാൻ പോയിട്ടുണ്ടോ? അനുഭവം പോയി വെട്ടിയിട്ടുണ്ട്. വഴിക്കടവിലിരുന്നപ്പോൾ ഊട്ടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങും. ഊട്ടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അത് വലിയ റിസ്ക്കുള്ള ഏരിയയാണ്. അവിടെ ചെന്നിട്ട് വെട്ടിയിട്ടുണ്ട്. അതായത് തമിഴ്നാട് വഴി കയറണോ കേരളം വഴിയാണോ? തമിഴ്നാട്ടിൽ പോയിട്ട് ഊട്ടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങും. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഏരിയയാണ്. ഊട്ടിയിൽ നിന്ന് കാട്ടിലേക്ക് കയറും. കാട്ടിലേക്ക് കയറും. ആണ് താഴോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ഉയരമാണ്. അവിടെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ കാട്ടിൽ കയറും. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്. ഇപ്പോഴൊന്നും കൃഷിയില്ല, കഞ്ചാവ് കൃഷിയൊന്നും ഇല്ല. അതിന് മെനക്കെടുവില്ല ഇപ്പോൾ ആളുകൾ. സാർ അങ്ങനെ പോയിരിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് ഈ കാട്ടിലേക്ക്? കാട്ടിലൂടെ പോകുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ 2-3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മടങ്ങി വരും. അതിന് അരിയും സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ ഏറ്റി ആദിവാസികളും മറ്റുള്ള വാച്ചർമാരുമാണ് ഏറ്റി വരുന്നത്. അവരുടെ കൂടെയാണ് പോകുന്ന വഴിക്ക് മൃഗങ്ങളെ കാണലുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോഴുണ്ടല്ലോ, ഒരിക്കൽ ഞങ്ങൾ പോയിട്ട് കഞ്ചാവ് തോട്ടമൊന്നും കിട്ടിയില്ല. ഒരിക്കൽ പോയിട്ട് എന്താണെന്നറിയാമോ, ഒരു സൈലൻറ്റ് വാലിയുടെ മോളിൽ പോയി. ഞങ്ങൾ മോളിൽ പോയിട്ട് അവിടെ വന്ന് ഹാൾട്ട് ചെയ്ത്, രാത്രിയാകുമ്പോൾ അവിടെ ഹാൾട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് പിന്നെ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച്. ഞങ്ങൾ ഈ റേഡിയോ കൊണ്ടുപോകുന്ന സ്വഭാവമുണ്ട്. എന്തെങ്കിലും നാട്ടിലെ വാർത്തയോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സിഗ്നൽ കിട്ടുമോ? റേഡിയോ ചിലയിടത്തൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ തീ കൂട്ടിയിട്ട് കിടന്നാൽ മൃഗങ്ങൾ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫയർ ഉണ്ടാക്കുന്നത്. ഫയർ കൂട്ടിയിട്ടിട്ടാണ് ഉറങ്ങുക. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരാളിങ്ങനെ ന്യൂസ് വെച്ചപ്പോൾ ന്യൂനമർദ്ദം എന്ന് വിളിച്ചു പറഞ്ഞു. ന്യൂനമർദ്ദമുണ്ട്, അതിശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആകെ പേടിച്ച് ഞങ്ങൾ. അന്ന് രാത്രി ഒരു 10 മണിയായപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങി കാട്ടിൽ. എന്തൊരു മഴ! ഓരോ കല്ലൊക്കെ ഉരുണ്ട് പോണ ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുക. അവിടുന്ന് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല. നമ്മൾ നനയല്ലേ ഇരുന്ന് നനയാണ്. അപ്പോൾ അടുത്തടുത്ത് ഇരിക്കുന്നവന്മാരെല്ലാം വിറച്ചിരിക്കും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാകും, തലയിൽ വെച്ച് ഓരോരുത്തർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അത് കീറി, ഷീറ്റ് കീറിപ്പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മഴ പെയ്ത് ഞങ്ങൾ ഈ പൃഷ്ഠഭാഗത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഈ പൃഷ്ഠഭാഗത്തു നിന്നൊക്കെ ഒഴുകി പോണ വെള്ളത്തിലൊക്കെ ചോരയാണ്. സംഭവം എന്തെന്നറിയോ, അട്ടകളൊന്നടങ്കം അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ ചന്തിയിലും
തുടയിലും കഴുത്തിലും ഒക്കെ കടിച്ചിട്ട് എന്ത് ചെയ്യാനൊക്കെ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, പുകയിലുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ ഇവിടെ വാരി തേക്കും. ഇവിടെ വാരി തേക്കുമ്പോൾ അതില്ലാത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അതും രാത്രി ഭയങ്കര ഇടിയും മിന്നലും മഴയും പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ല. ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. ഇതെന്തിനു പോയതാണ്? കഞ്ചാവ് നോക്കി പോയതാ. കഞ്ചാവ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പോയത്, നമ്മളെ ഏരിയയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോയതാ. പക്ഷേ എന്ത് ചെയ്യാനൊക്കെ പിന്നെ മരണപ്പെട്ടു പോകാമെന്നാണ് വിചാരിച്ചത്. കാര്യം നമ്മൾ പോയിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ, പക്ഷേ എവിടെ പോയെന്ന് ഇതിനൊന്നും പിന്നെ ഒന്ന് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നേരം വെളുത്ത് എപ്പോഴത്തേക്ക് ഞാൻ അടുത്തിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറ് എണീക്കുക ആദ്യം. അവൻ എണീക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് മഴ നനഞ്ഞിട്ടില്ലേ. പിന്നെ ഓരോരുത്തർ പിടിച്ച് എഴുന്നേറ്റിട്ട് തിരിച്ച് വഴി അറിയണമല്ലോ, തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകണ്ട, ഇനി പോയിട്ടും കാര്യമില്ല. നമ്മൾ തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞാൽ വാളക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വാളക്കാട്. അവിടെ നമ്മളുടെ ഒരു ക്യാമ്പ് ഷെഡുണ്ട്, അവിടെ എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് വരുമ്പോണ്ടല്ലോ പല തോടുകളുണ്ടല്ലോ. തോടുകളിലൊക്കെ ഭയങ്കര കുത്തൊഴുക്കായി. ഇത് കടക്കാതെ നമുക്ക് പോരാക്കില്ല. എന്തു ചെയ്യും? പിന്നെ അവിടെ ഇരുന്ന് ആലോചിച്ച് അതിലൊരാളെന്ത് ചെയ്യുന്നറിയാം, ഒരു മരത്തിൻ്റെ വള്ളിയുണ്ട്, പടർന്ന് കയറിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വള്ളിയുണ്ട്. അത് വെട്ടി അത് അവൻ അരയിൽ വെച്ചിട്ട് ഇപ്പുറം തന്നിട്ട് അക്കരെ പോയി. അപ്പോൾ ഇവിടുന്ന് പോയവൻ കുറേ അങ്ങ് ചെന്നിട്ട് എന്നിട്ട് അപ്പുറം കെട്ടിയിട്ട് അതിന് പിടിച്ച് വഴിക്ക് വീണ പോവും. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത തോട് ഇതുപോലെ. അങ്ങനെ ഈ തോടുകളെല്ലാം കടന്ന് വാളക്കാട് എത്തിയപ്പോഴും അവിടെ അട്ടയുടെ കളിയാണ്. പിന്നെ അട്ടയൊന്നും പറിച്ചെടുക്കാൻ നേരമില്ല. കടിച്ചോട്ടെന്ന് വിചാരിച്ചു. മുഖത്തും കഴുത്തിലും ചെവിയുടെ ഈ ഭാഗത്തും എല്ലാം കടിക്കണം. ചോര ഇങ്ങനെ. അങ്ങനെ വാളക്കാട് ചെന്നപ്പോൾ അവിടെ ഫോറസ്റ്റർ ഉണ്ടായിരുന്നു, അവിടുന്ന് 2 വാച്ചർമാരുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്ത് നിന്ന് ഈ അട്ടയെ മുഴുവൻ പറിച്ച് കളഞ്ഞ് മണ്ണെണ്ണയൊക്കെ തേച്ച് കളഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ നല്ല കഞ്ഞിയും വെച്ച് തന്ന് പയറും ഉണ്ടാക്കി തന്ന് അതും കുടിച്ച് അവിടെ അന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അടുത്ത ദിവസം മഴ തോന്നപ്പോഴാണ് ഇറങ്ങിപ്പോരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോയില്ലേ. അല്ലെങ്കിൽ അവിടെ നിന്നൊരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ കാടിനകത്ത് ഇങ്ങനെ ഇടിയുന്നുണ്ട്. മണ്ണ് ഇടിഞ്ഞിട്ട് നമ്മളെ കാട്ടിനുള്ളിൽ മണ്ണ് ഇടിഞ്ഞിട്ട് നമ്മൾ പുഴയിൽ നോക്കിയാൽ മതി, പുഴ കലങ്ങി വരും. അങ്ങനെയാണ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ, ഈ ചാലിയാറ് നിറയെ ചെളി കയറി കിടക്കുകയല്ലേ, മറ്റേ മുണ്ടക്കയിലെ ഉരുൾ പൊട്ടിയിട്ട് ചാലിയാറിൽ കൂടെ തന്നെയാണ് മുഴുവൻ വന്നത്. ശവശരീരങ്ങളെല്ലാം നിലമ്പൂരിൽ നിന്നല്ലേ പറക്കിയത്. കംപ്ലീറ്റ് ചാലിയാറ് മുണ്ടേരിയിൽ നിന്നാണ് ഈ ശവങ്ങളൊക്കെ പറക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പുഴ അങ്ങ് കലങ്ങി മറിഞ്ഞ് ചെളിയായി. ഇപ്പോഴും ചാലിയാറിന് അടിയിൽ ഇപ്പോഴും ഒരുപാട് മരങ്ങളുമുണ്ട്, ഒരുപാട് ചെളിയുമുണ്ട്. അതുകൊണ്ട് ചാലിയാറ് നികന്നിരിക്കുകയാണ്. ഇനി പഴയ ഒരു ഇൻറ്റൻസിറ്റിയിലൊരു റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാണ്ടല്ലോ ചാലിയാറിനെയും വെള്ളത്തിനെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തമില്ല. ചെളി മൂടി കരകവിഞ്ഞ് ഒഴുകും. അപ്പോൾ ഇതിൽ ഡീസിൽറ്റിങ് എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാരൊന്നും പിന്നെ അന്വേഷണം നടത്തിയിട്ടൊന്നുമില്ല. ചെളി വാരിയിട്ടില്ല. ഈ ചെളിയാണെങ്കിൽ കൊടുത്താൽ പൈസ കിട്ടുന്നതാണ്. ചെളി വിൽക്കാൻ കൊടുത്താലേ ലേലത്തിൽ കൊടുത്താലും മതിയായിരുന്നു. കുറേ വാരി കഴിഞ്ഞാൽ പുഴയ്ക്ക് പിന്നെ ആഴമുണ്ടാവും. ഇത് പുഴയ്ക്ക് ആഴമില്ലാതെ നികന്ന് കിടക്കുന്നിടത്തോളം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്നിട്ട് നിലമ്പൂർ ടൗണിലൊക്കെ കയറിയല്ലേ വെള്ളം. നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ആളുകൾ വള്ളത്തിലാണ് പോയത്, നിലമ്പൂർ ടൗണിൽ. അപ്പോൾ അങ്ങനത്തെ ഉള്ള അവസ്ഥകളുണ്ട്. നമ്മളിത് ആ റിവർ നന്നാക്കിയില്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന മൃതശരീരങ്ങൾ ഈ ചാലിയാറിൻ്റെ അടിയിൽ നിന്നാണ് പറക്കി തന്നു ചിലർ വന്ന്. നീ കണ്ടെടുക്കാനുണ്ട്? ഉണ്ടാവും, ശരിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസമുള്ള ജോലിയാണത്. ഇപ്പോൾ ഒരിക്കൽ അവിടെ ഒരു കൊടിമരം, ഒരു അമ്പലത്തിലേക്ക് ഒരു കൊടിമരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേക്കിന് നല്ല സ്ട്രൈറ്റ് തേക്ക് അവർ തിരുവനന്തപുരത്ത് നിന്ന് ചെല്ലാനൊക്കെ അടച്ച് പൈസയൊക്കെ തീരുമാനിച്ച് അടച്ചു വന്നപ്പോൾ അവരങ്ങനെ ഒരു പൂജാരിയും കൊണ്ട് വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. അവരൊരു പട്ട് കൊണ്ടുവന്ന് ഈ മരത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ പൂജ ഒരു 1.5 മണിക്കൂറുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിത് എന്തിനാണ് ചെയ്യുന്നത്? അപ്പോഴെന്നോട് പറഞ്ഞാന്നറിയാം, സാറിനറിയായിരിക്കും ഇതിലൊരുപാട് ജീവികളുണ്ട്, ഇതിൽ കൂട് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും, പിന്നെ ഇതിൽ സൂക്ഷ്മജീവികളുണ്ടാവും. ഇവരുടെയൊക്കെ അനുവാദം ഞാൻ ചോദിക്കണം. അനുവാദം വാങ്ങിയിട്ടേ എന്തും ചെയ്യാൻ പാടുള്ളൂ. ആ അനുവാദം ഞാൻ ഈ പൂജ കഴിഞ്ഞ് തീരുമ്പോൾ
എനിക്കറിയാം. ഇതിൽ എത്രത്തോളം സയൻറ്റിഫിക് ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അത് ഓരോരുത്തരുടെ വിശ്വാസം, ഓരോരുത്തർ വിശ്വാസം പോയി. ഇത് തീരുമ്പോൾ എനിക്കറിയാം എനിക്ക് ഇത് അനുവാദം കിട്ടിയെന്നുള്ളത്. അവൻ തേങ്ങ എന്തൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആൾ. അങ്ങനെ ചെയ്തിട്ട് അവർ ചെയ്തോട്ടെ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം. എന്നാലും ഒരു മരത്തിന് ജീവനുണ്ടെന്നുള്ളത് സത്യമില്ലേ? അവരങ്ങനെ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്ന അത് സത്യമാണ്. മരത്തിന് ജീവനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു സ്പീഷീസ്, മരം വേറൊരു സ്പീഷീസ്, രണ്ടിനും ജീവനുള്ളത് തന്നെയാണ്. പറഞ്ഞു മനസ്സിലായി. അതിന് വേദന ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും വികാരങ്ങളുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പീറ്റർ ഒല്ലേബേൻ എന്ന് പറയുന്നൊരു ഫോറസ്റ്റർ ഉണ്ടായിരുന്നു. പീറ്റർ ഒല്ലേബേൻ, അത് ജർമ്മൻ ഫോറസ്റ്ററാണ്. അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ചൊന്ന് വായിക്കണം. ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ്, വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്ന് പറഞ്ഞൊരു മലയാളി സ്ത്രീ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മരത്തോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒല്ലേബീൻ്റെ പുസ്തകമാണ്, അത് വാങ്ങി വായിക്കണം. അത് അപ്പോൾ ട്രീസിനെ കുറിച്ച് നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. അതിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിന് വികാരമുണ്ടെന്നും പറഞ്ഞു മനസ്സിലായില്ലേ? ഇതിനിടയ്ക്കൊരു മരം പോയാൽ ഇതിന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇത് റിസർച്ച് ചെയ്ത് എഴുതിയ റിസർച്ചാണ്. അപ്പോൾ ആ പുസ്തകം ഫോറസ്റ്ററാണെങ്കിലും അദ്ദേഹം മറ്റേ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളുടെ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അയാൾക്ക് അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ പീറ്റർ ഒല്ലേബീൻ്റെ ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ്, മലയാളത്തിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം. മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരു മരത്തിനെ കുറിച്ച് നമുക്ക് അറിയാം. വൈകാരികമായ ഒരു പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്തിരുന്നു ഈ സസ്യങ്ങളെയൊക്കെ എന്ന് നമുക്ക് തോന്നും വായിച്ചാൽ. അപ്പോൾ അത് വായിച്ചാൽ അതറിയും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അനുവാദം വാങ്ങി ഇതിനെ മുറിക്കും. നമ്മൾ ഈ ആന മുറിക്കുമ്പോൾ ഈ മരം അവരെങ്ങനെ മുറിക്കുമെന്നറിയും. ഇത് മുറിച്ചിട്ട് താഴെ ഇടുകയല്ല, കയറ് കെട്ടും. മോളിൽ കയറി ആളുകൾ കയറ് കെട്ടി 4 വശവും നിൽക്കും. നിൽക്കിട്ട് ഒരു സൈഡിലേക്ക് മുറിച്ച് മരത്തിനെ ചായ്ക്കും, കൊണ്ടുവന്ന് തറ തൊടൂല. ഇടയ്ക്കിടയ്ക്ക് ഗട്ടൻസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ കൊണ്ട് ഇറക്കി കിടത്തും. എന്നിട്ട് ആ മരം നിലം തൊടാതെയാണ് മുകളിലേക്ക് ലോറിയിൽ ഇങ്ങനെ ചരിച്ച് കയറ്റി മുമ്പോട്ട് വെച്ച് കൊണ്ടുപോകും. നിലം തൊടിക്കില്ല. അമ്പലത്തിൽ ചെല്ലുന്നവരെ നിലം തൊടിയിക്കില്ല. അമ്പലത്തിൽ ചെന്നാൽ അവർ തോണിയിലാണ് ഇട്ട് വയ്ക്കുന്നത്, എണ്ണ തോണിയിൽ. അപ്പോൾ മരത്തെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മരവും നമ്മുടെ സംസ്കാരവുമാണ് അത്. ആ സംസ്കാരവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കാണെങ്കിൽ ഈ ജോലിയിൽ നിന്ന് എനിക്കൊരു വല്ലാത്ത ആനന്ദം കിട്ടുമായിരുന്നു. ഞാൻ ഈ ജോലി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നേരത്തൊരു വിഷമം തോന്നിയത്. ഈ കാടും എൻ്റെ ഒരു വാസസ്ഥലമായിരുന്നു. ഞാനിവിടെ സമയം കിട്ടുമ്പോഴൊക്കെ കാട്ടിൽ പോയി ഇരിക്കും. നമ്മളെ കൂട്ടുകാരെയൊക്കെ കൂട്ടി, ഈ കൂടെയുള്ള സ്റ്റാഫിനെ കൂട്ടി അവിടെയൊക്കെ പോയി ഇരിക്കും. ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സുഖമാണ്. അവിടെ നോയ്സ്, ഇത്തിരി ഉള്ളിൽ പോയാൽ നോയ്സൊന്നുമില്ല. ഈ അൺവാണ്ടഡ് സൗണ്ട് ഇല്ലല്ലോ അവിടെ. വളരെ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിലോ ഈ 20 ഡെസിബലായിരിക്കും. ഏതെങ്കിലും ഒരു കിളി അവിടെ ഇരുന്ന് ചെറുതായിട്ട് ശബ്ദിക്കുന്ന. പിന്നെ ഈ റസ്ലിംഗ് ഇലകൾ ഇങ്ങനെ കാറ്റിൽ അടിക്കുന്നത്, അതൊക്കെ ഇവിടെ ഇരുന്നാൽ നമ്മൾ പുറത്തൊരു മരത്തിൻ്റെ ഇല അടിച്ചാൽ കേൾക്കില്ല. കാര്യം അതിനേക്കാളും വലുത് കേട്ട് നമ്മളെ ചെവിയെല്ലാം പോയി കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ ഇതൊക്കെ കേൾക്കാം. ഒരു മരത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ ചിലപ്പോൾ ഈ ഫൈറ്റോൺസൈഡ് എന്ന് പറയുന്ന ഫൈറ്റോൺസൈഡ്സ് എന്ന് പറയുന്ന ഒരു ഓയിലുണ്ട്, നാച്ചുറൽ ഓയിലുണ്ട്. അത് ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന ഓക്സിജനിലൂടെ ആ അന്തരീക്ഷത്തിലേക്ക് വരും ചില മരങ്ങളിൽ. അത് നമ്മൾ ശ്വസിച്ചാൽ തന്നെ നമ്മളുടെ പല രോഗങ്ങളും മാറുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ചില സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ മരവുമായിട്ട് കാട്ടിൽ ചെന്നിരിക്കുമ്പോഴേ അവിടെ നടക്കുന്നൊരു ഭയങ്കര ലബോറട്ടറി അല്ലേ. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചിങ്ങോട്ട് എടുക്കുക, വലിച്ചെടുത്തിട്ട് അത് ഇലകളിൽ ക്ലോറോഫിലുള്ള സ്ഥലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അടിയിൽ നിന്ന് ജലം വേരുകൾ വലിച്ചെടുത്ത് അതിൻ്റെ കാമ്പിയം, ഈ ബാർക്കിൻ്റെ അടിയിലുള്ള കാമ്പിയത്തിലൂടെ ഈ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറുക. നമ്മളെ ശരീരത്തിൽ രക്തം ഓടുന്ന കണക്ക് തന്നെ ഇത് മുകളിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ 1/3 ദൂരം 1 സെക്കൻഡിൽ സഞ്ചരിക്കും ഈ മരത്തിനുള്ളിൽ വെള്ളം. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് 1 ഇഞ്ചിൻ്റെ 1/3 നീളത്തിൽ ആ വേഗത്തിൽ സഞ്ചരിക്കും. ഈ വെള്ളം അവിടെ എത്തി. അപ്പോൾ വാട്ടറും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും
പിന്നെ ഇവിടുന്ന് ചെല്ലുന്ന ന്യൂട്രിയൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അന്നേരം ഓക്സിജനെ പുറത്തേക്ക് വിടുന്നില്ലേ? ആ പുറത്തേക്ക് വരുന്ന ഓക്സിജനിലൂടെ തന്നെ ഈ ഫൈറ്റോൺസൈഡ്സ് ഉണ്ടാവും. അത് വെറും ഓക്സിജൻ മാത്രമല്ല, അത് ശ്വസിച്ചാൽ തന്നെ നമുക്ക് ഒരു സുഖമാണ്. നമ്മളെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് വനത്തിലൊരു മാസം. അത് ശരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം, ഈ ഫോറസ്റ്റ് ബാത്തിങ്. പക്ഷേ പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുള്ള ആളുകളും കൂടി ഇങ്ങോട്ടേക്ക് വരണം.